നമ്മൾ രണ്ടുപേരും മോഡറേറ്റ് ചെയ്യുന്നൊരു സെഷനാണിത്. പ്രത്യേകിച്ച് മോഡറേറ്ററൊന്നുമില്ല. സത്യത്തിൽ പുസ്തകങ്ങളുടെ ലോകത്തിൽ എന്നതൊരു പദപ്രശ്നം പോലെയാണ് എനിക്കും സ്വരാജിനും തോന്നിയിട്ടുള്ളത്. എന്ത് പറയണം, എങ്ങനെ പറയണം എന്നുള്ളതിനെക്കുറിച്ചൊരു അവ്യക്തതയുണ്ട്. പുസ്തകങ്ങളുടെ ലോകം വളരെ പരിചയമുള്ള ലോകമാണ്, പക്ഷേ അത്രമാത്രം വിപുലമായൊരു ലോകം കൂടിയാണ്. തിരിച്ചിടാവുന്നൊരു വാചകം കൂടിയാണ്. ലോകത്തെ സൃഷ്ടിച്ചതിൽ, ഈ ആധുനിക ലോകത്തെ സൃഷ്ടിച്ചതിൽ പുസ്തകങ്ങൾക്കുള്ള പങ്ക് വളരെ വളരെ വലുതാണ്. നമ്മളിന്ന് ജീവിക്കുന്ന ഈ ലോകത്തെ പല രീതിയിൽ നിർമ്മിച്ചെടുക്കുന്നതിൽ, അല്ലെങ്കിൽ മനുഷ്യൻ്റെ ലോകത്തിലെ യാത്ര ഇവിടം വരെ എത്തിച്ചതിൽ പുസ്തകമെന്ന് പറയുന്ന കണ്ടുപിടുത്തത്തിനുള്ള പങ്ക് വളരെ വലുതാണ്. അതുതന്നെയാണ് ഈ സാഹിത്യോത്സവവും ഇല്ലെങ്കിൽ സമാനമായ ലോകത്തെമ്പാടും നടക്കുന്ന പുസ്തകോത്സവങ്ങളും നമ്മളോട് പറയുന്ന ഒരു വലിയ സത്യവും. പുസ്തകം എവിടെയുണ്ടായി, എങ്ങനെയുണ്ടായി എന്നൊക്കെ വലിയ അന്വേഷണങ്ങൾ അക്കാദമിക തലത്തിൽ നടക്കുന്നുണ്ട്. അതിനെന്ത് പഴക്കമുണ്ട്, മനുഷ്യൻ്റെ ഈ സാംസ്കാരിക യാത്രയ്ക്ക്, ശാസ്ത്രീയമായ യാത്രയ്ക്ക് എപ്പോഴാണ് പുസ്തകമെന്ന് പറയുന്ന ആ ഉപകരണം അവനോട് ചേർന്ന് നിന്നത് എന്നൊക്കെ ചോദ്യം ലോകത്തിന് മുന്നിലുണ്ട്. അവ്യക്തമായ ഉത്തരങ്ങൾ മാത്രമേ ലോകത്തിന് കിട്ടിയിട്ടുള്ളൂ. ഒരു പക്ഷേ ഒരു അനുഭവം പറഞ്ഞുകൊണ്ട് ഞാൻ ആ സംഭവത്തിലേക്ക് വരാമെന്ന് ഞാൻ കരുതുകയാണ്. CPM-ൻ്റെ ഉന്നതനായ സൈദ്ധാന്തിക നേതാവൊക്കെ ആയിരുന്ന P. ഗോവിന്ദപിള്ള അദ്ദേഹത്തിൻ്റെ മരണത്തോടടുത്ത് കിടക്കുന്ന കാലഘട്ടത്തിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിട്ട് പലയിടത്തും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അദ്ദേഹത്തോട് സംഭാഷണം ഇങ്ങനെ, അദ്ദേഹത്തിന് പുസ്തകം വായിക്കാൻ കഴിയാതായപ്പോൾ പുസ്തകം വായിച്ചു കൊടുക്കാൻ പലരെയും ഏൽപ്പിച്ചിരുന്നു. അക്കൂട്ടത്തിൽ അവരെല്ലാം തള്ളി അവസാനം PG എൻ്റെ തലയിൽ അത് വെച്ചു. കാരണം അദ്ദേഹത്തിൻ്റെ വിഷയ വൈപുല്യം അത്രമാത്രം ഭയങ്കരമായിരുന്നു, എല്ലാ വിഷയവും. അപ്പോൾ എൻ്റെ ഒരു സ്വാധീനം, ഞാൻ പുസ്തകവുമായിട്ട് ബന്ധമുള്ള ആളായതുകൊണ്ട് ഏത് വിഷയത്തെക്കുറിച്ച് ഒരു സാമാന്യ ബോധമുണ്ടെന്നുള്ളതിൽ PG പറഞ്ഞു, സുധീർ വല്ലപ്പോഴും വരണം, വായിച്ചു കൊടുക്കണം എന്ന് പറയും. അങ്ങനെ ഞാൻ കൊച്ചിയിലേക്ക് വന്നപ്പോൾ ഞാൻ ഞായറാഴ്ചകളിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയിട്ട്, സുഭാഷ് നഗറിലെ വീട്ടിലിരുന്നിട്ട് പല പുസ്തകങ്ങളും പുതിയത് കൊണ്ടുപോയി അദ്ദേഹത്തിന് വായിക്കും. കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് പുസ്തകം വായന അതൊന്നും പറ്റാതായി. ഞങ്ങളിങ്ങനെ വരാന്തയിൽ ഇങ്ങനെ വന്നിരുന്ന് വർത്തമാനം പറയും, പല കാര്യങ്ങളും പറയും. ഉച്ചവരെ, വൈകുന്നേരം വരെ, എൻ്റെ വണ്ടി വരെ ഇങ്ങനെ വർത്തമാനം പറയും, പല കാര്യങ്ങളും പറയുന്നതിനിടയിൽ ഒരു ദിവസം ഞാൻ PGയോട് ചോദിച്ചു, PG ഇനി ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ PG മരിച്ചു പോകും. അങ്ങനെ പറയാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ടായിരുന്നു, അതിനകത്ത് വേറൊന്നുമില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, തീർച്ചയായിട്ടും അത് അടുത്തടുത്ത് വരുന്നു എന്ന് എനിക്കും അറിയാം, പക്ഷേ എന്ത് ചെയ്യാൻ കഴിയും. അപ്പോൾ ഞാൻ പറഞ്ഞു, PG ഒരു ചെറിയ ഒരു അപരാധം ചെയ്തിട്ടുണ്ട്. PG ഇത്രയും കൊല്ലം കൊണ്ട് നേടിയ അറിവ്, വായിച്ച അറിവ്, അനുഭവിച്ചറിഞ്ഞ അറിവ്, അതിലുപരി സമഗ്രമായ വിഷയങ്ങളെ ആഴത്തിൽ പഠിക്കാൻ ശ്രമിച്ചത്, ഇതെല്ലാം മസ്തിഷ്കത്തിലുണ്ട്. അതിൽ നിന്ന് പുറത്തോട്ട് വന്നതാകട്ടെ വളരെ കുറച്ച് മാത്രമാണ്. പുസ്തകങ്ങൾ എഴുതുന്നതിൽ വളരെയധികം ശുഷ്കാന്തി ഇല്ലാതെ പോയൊരു മനുഷ്യനാണ്. വളരെ കുറച്ച് പുസ്തകങ്ങൾ എഴുതി, അവസാന കാലത്താണ് പുസ്തകങ്ങളൊക്കെ, മറ്റു മുഴുവൻ പാർട്ടിക്ക് വേണ്ടിയുള്ള എഴുത്തുകളൊക്കെ ആയിട്ട് കഴിഞ്ഞുകൂടി. അപ്പോൾ ആ അറിവുകളൊക്കെ ഈ മരണമെന്ന് പറയുന്ന ഒരു നിമിഷത്തിൽ, ആ ബ്രെയിൻ അവസാനിക്കുന്ന നിമിഷത്തിൽ ഇല്ലാതായി പോകും. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം ഇല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും അതുണ്ട്. അപ്പോൾ ഞാൻ ഇൻസിഡൻ്റിൽ ഞാൻ പറഞ്ഞു, എനിക്ക് ഈ ഒരു തോന്നലുണ്ടാവാനുള്ള കാരണം ബംഗാളിൽ വളരെ പ്രസിദ്ധമായ താരാശങ്കർ ബന്ദോപാധ്യായയുടെ ആരോഗ്യ നികേതനം എന്ന് പറയുന്ന ഒരു നോവലുണ്ട്. ഒരുപക്ഷെ മിക്കവാറും എല്ലാവരും വായിച്ചിട്ടുണ്ടാവും. ഇന്ത്യയിൽ നിന്ന് നോബൽ സമ്മാനം കിട്ടേണ്ടിയിരുന്ന ഒരാൾ എന്ന് പറയുന്നത് താരാശങ്കറാണ്. ആരോഗ്യ നികേതനം അത്രമാത്രം മികച്ചൊരു കൃതിയാണ്. ഈ ആരോഗ്യ നികേതനത്തിലെ ഒരു സന്ദർഭം എനിക്ക് എപ്പോഴും ഓർമ്മ വരാറുണ്ട്. അത് രണ്ട് മശായി എന്ന് പറയുന്നൊരു കുടുംബത്തിൻ്റെ ആയുർവേദ വൈദ്യന്മാർ നാടി പിടിച്ചിട്ട് ശരീരത്തിൻ്റെ പ്രവർത്തനത്തെ അറിയുകയും മരണം എപ്പോഴെത്തുമെന്ന് തിരിച്ചറിയാൻ കഴിയുന്ന വൈദ്യന്മാരാണ് അവർ, പരമ്പരാഗതമായിട്ട്. അതിൽ ജീവൻ മശായി എന്ന് പറയുന്ന കഥാപാത്രത്തിൻ്റെതാണ് ആ ആരോഗ്യ നികേതനം. അദ്ദേഹത്തിൻ്റെ ക്ലിനിക്കാണ് നാടിപിടി ചികിത്സയുടെ. ഈ ക്ലിനിക്കിൽ വരുന്നവരുടെ നാടി പിടിച്ചിട്ട് അത് രോഗമുണ്ടെങ്കിൽ, രോഗത്തിന് പ്രതിവിധി ഉണ്ടെങ്കിൽ പ്രതിവിധി കൊടുക്കും, അല്ലെങ്കിൽ ഇത്ര ദിവസത്തിനുള്ളിൽ, ഇത്ര സമയത്തിനുള്ളിൽ മരണം സംഭവിക്കാമെന്ന് പറയുന്ന ഒരു വൈദ്യമാണ്.
അപ്പോൾ അതിൽ ഈ ജീവൻ മശായിയുടെ പിതാവ് ജഗത് ബന്ധു മശായി എന്ന് പറയുന്നൊരു കഥാപാത്രമാണ്. അദ്ദേഹം മരണത്തോടടുത്തിരിക്കുന്ന നിമിഷത്തിൽ മകനോട് പറയുകയാണ്, നമുക്കിനി ഗംഗാതീരത്ത് പോകണം. അവരൊക്കെ ബംഗാളിൽ ഇപ്പോഴും അങ്ങനെയാണ്, ഗംഗാതീരത്ത് പോയി മരിക്കുക എന്ന് പറയുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അങ്ങനെ ഗംഗാതീരത്തേക്ക് മകനോട് പറയുകയാണ്, എന്നെ കൊണ്ടുപോകണം, ഞാൻ മരണം അടുത്തു എന്ന് പറയും. ഗംഗാതീരത്ത് എത്തിയിട്ട് അദ്ദേഹം പിന്നെ ഇനി നിമിഷങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ മകനോട് പറയുകയാണ്, രണ്ടുപേർക്കും അറിയാം മരണത്തിൻ്റെ രഹസ്യവും മരണത്തിൻ്റെ സ്വഭാവവും. അച്ഛൻ പറയുകയാണ്, ഇനി ഏതാനും നിമിഷങ്ങളേ ഉള്ളൂ, എനിക്ക് ഒന്നേ ചോദിക്കാനുള്ളൂ, ഞാൻ ഇനി നിനക്ക് എന്തെങ്കിലും പറഞ്ഞു തരാനുണ്ടോ? അപ്പം മരണം മുന്നിൽ വന്ന് നിൽക്കുന്ന ഒരാൾ അയാളുടെ അടുത്ത തലമുറയോട് ചോദിക്കുകയാണ്, നിനക്ക് ഞാൻ എൻ്റെ അറിവിൽ നിന്ന് എന്തെങ്കിലും പങ്കുവയ്ക്കാനുണ്ടോ എന്ന്. ഈ നോവൽ അവിടെ ഉപേക്ഷിക്കാം. ഈ ബോധം, ഈ രംഗമാണ് പി ജിയുടെ മുന്നിലിരിക്കുമ്പോൾ എനിക്ക് തോന്നിയത്. പി ജി എന്ന് പറയുന്ന ഒരു വലിയ വായനക്കാരൻ, വലിയൊരു അറിവുള്ള പണ്ഡിതൻ മരിക്കുമ്പോൾ അദ്ദേഹത്തിൽ നിന്ന് എന്താണ് നമുക്ക് കിട്ടാതെ പോയതെന്ന ആലോചന, അതെങ്ങനെ കിട്ടുമെന്ന് പറയുന്ന ആലോചന. ന്യൂറോ സയൻസും ഫിസിക്സും, ഭൗതികശാസ്ത്രവും നാഡീശാസ്ത്രവുമാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ ഇന്ന് സജീവമായിട്ട് ശാസ്ത്രീയമായിട്ട് ഗവേഷണങ്ങൾ നടക്കുന്ന രണ്ട്. കോൺഷ്യസ്നെസ്സിനെ എങ്ങനെ മനസ്സിലാക്കാം, പ്രപഞ്ചത്തെ എങ്ങനെ മനസ്സിലാക്കാം, ഈ രണ്ട് ശാഖകളാണ് അങ്ങനെ പോകുന്നത്. അതിൽ തീർച്ചയായിട്ടും ഏതെങ്കിലും ഒരു ദിവസം ഈ ന്യൂറോ സയൻസ് മനുഷ്യൻ്റെ ബ്രെയിനിനെ അപഗ്രഥിക്കാനും അതിനെ മറ്റേതെങ്കിലും രീതിയിൽ സംരക്ഷിച്ചു വെച്ച് അതിനൊരു തുടർച്ച ഉണ്ടാക്കാനും സാധിക്കുന്നൊരവസ്ഥയിലെത്തും എന്ന് ഞാനും പി ജി വന്ന് ഇങ്ങനെ പറയുകയാണ്. പി ജി പറഞ്ഞു, എൻ്റെ കാലത്തില്ല, സുധീറിൻ്റെ കാലത്തില്ല, സുധീറിൻ്റെ മകൻ്റെയോ കാലത്ത് അത് സംഭവിക്കും എന്ന് പറഞ്ഞ് ഞങ്ങൾ പിരിഞ്ഞൊരു ഓർമ്മ ഞാനിവിടെ പങ്കുവയ്ക്കുകയാണ്. അങ്ങനെ ഏതോ ഒരു തലമുറയിലെ മനുഷ്യവംശം എവിടെയോ വെച്ച് അവൻ നേടിയെടുത്ത അറിവ് അവൻ്റെ മരണത്തോടെ, നിശ്ചയമില്ലാത്ത മരണത്തോടെ, ഏത് നിമിഷത്തിലും അവൻ്റെ മസ്തിഷ്കം നിശ്ചലമാവുമ്പോൾ ഇല്ലാതായി പോകുന്ന അറിവിനെക്കുറിച്ചുള്ള ഏതോ വേവലാതിയിലൂടെ ആകാം ഈ അറിവ് സംരക്ഷിക്കുക എന്ന ഒരു തോന്നലിലേക്കും അറിവ് സംരക്ഷിക്കാൻ ആവശ്യമായ എഴുത്ത് എന്നതിലേക്കും, എഴുത്തിനെ പുസ്തകമെന്ന് പിന്നീട് അതിൻ്റെ ക്രമീകരണങ്ങൾക്ക് സാങ്കേതികമായ വഴികളിലൂടെ ഉത്ഭവിച്ചുണ്ടായിരിക്കുക, അല്ലെങ്കിൽ അങ്ങനെയായിരിക്കാം അതിൻ്റെ പരിണാമം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. മനുഷ്യവംശത്തിൻ്റെ ഈ ആവശ്യകതയെ, നമ്മൾ തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഈ അവസ്ഥയെ നിലനിർത്താൻ, അതിന് തുടർച്ചയുണ്ടാക്കാൻ മനുഷ്യന് മാത്രം സിദ്ധിക്കുന്ന ഒരു കഴിവാണ് വായന എന്ന് പറയുന്നത്. മറ്റൊരു ജീവിക്കും അറിവ് അതിൻ്റെതായ നേടി അതിനെ പുരോഗതിയിലേക്ക് കൊണ്ടുപോയി അറിവിനെ മറ്റൊരറിവാക്കി തുടർച്ചയുണ്ടാക്കി അത് പ്രയോജനപ്പെടുത്താനുള്ള കഴിവില്ല എന്നാണ് ശാസ്ത്രം പറയുന്നത്. അപ്പോൾ മനുഷ്യന് മാത്രം സവിശേഷമായ ഒരു സിദ്ധിയായിട്ട്, അല്ലെങ്കിൽ നൂറാനുകോടി ജന്തു ജീവജാലങ്ങളിൽ നിന്ന് മനുഷ്യനെ വേറിട്ട് നിർത്തുന്ന ഒന്നിൻ്റെ പേരാണ് ഈ അറിവ്, അല്ലെങ്കിൽ അതിൽ നേടാനുള്ള ഈ വായന എന്ന് പറയുന്ന കഴിവ്. അതിൻ്റെ ഒരു ഉപകരണം എന്ന നിലയിലാണ് നമ്മൾ തീർച്ചയായിട്ടും പുസ്തകത്തെ കാണേണ്ടത്. പുസ്തകങ്ങളുടെ വൈപല്യവും അതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഇതിനിടയിൽ പറയാൻ തോന്നും. തീർച്ചയായും ഇതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ സ്വരാജിന് കഴിയും. സ്വരാജിൻ്റെ നേരത്തെ പറഞ്ഞതുപോലെ ധാരാളം മേഖലകളിൽ കഴിവ് പ്രകടിപ്പിച്ച ആളാണ്. പുസ്തകം എഴുതിയിട്ടുണ്ട്, അത് പൂക്കളെക്കുറിച്ചാണ്. പൂക്കളുടെ ദർശനവും രാഷ്ട്രീയവും ഒക്കെ എഴുതാൻ കഴിയുന്ന ഒരാൾ കേരള രാഷ്ട്രീയത്തിൽ, കേരളത്തിൻ്റെ പൊതുമണ്ഡലത്തിലുണ്ടായെന്നുള്ളത് വലിയ അത്ഭുതത്തോടെ നോക്കിക്കാണുന്ന ഒരാളാണ് ഞാൻ. കൃത്യതയോടെ കാര്യങ്ങളെ വിശകലനം ചെയ്യുകയും അറിവിനെ പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ഒരാളുടെ സാമീപ്യത്തിലിരിക്കുന്നു എന്ന അഭിമാനത്തോടു കൂടി ഞാൻ തുടർച്ചയ്ക്ക് വേണ്ടി സ്വരാജിലേക്ക് കൈമാറും. ഈ സെഷൻ്റെ വിഷയം സത്യത്തിൽ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ ഇങ്ങനെ ഒരു സെഷനിൽ പങ്കെടുക്കാൻ സമ്മതിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് മനസ്സിലാക്കുകയോ പറയുകയോ ചെയ്തിരുന്നില്ല. പിന്നീടാണ് പുസ്തകങ്ങളുടെ ലോകത്തിൽ എന്നൊരു വിഷയം കേട്ടത്. ഒരമൂർത്തമായ വിഷയമെന്ന തോന്നലാണ് കേട്ട മാത്രയിൽ മനസ്സിലുണ്ടായത്. അതുകൊണ്ട് തന്നെ ബഹുമാന്യനായ ശ്രീ എൻ ഇ സുധീർ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ എന്ത് പറയണമെന്നതിനെ സംബന്ധിച്ച എന്തെങ്കിലും മുൻകൂട്ടിയുള്ള ധാരണകളുടെയോ കണക്കുകൂട്ടലുകളുടെയോ അടിസ്ഥാനത്തിലേ അല്ല ഈ സെഷനിൽ പങ്കെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം സംസാരിച്ചതെല്ലാം ഞാൻ സശ്രദ്ധം കേൾക്കുകയായിരുന്നു. സെഷൻ കൊടുത്ത പേര് പുസ്തകങ്ങളുടെ ലോകത്തിൽ എന്നാണ്. അത് നമുക്ക് ചെറുതായിട്ടൊന്ന് തിരിച്ചിട്ടാൽ, അല്ലെങ്കിൽ അതിനെ ചെറുതായി ഒന്ന് വ്യാഖ്യാനിക്കാൻ ശ്രമിച്ചാൽ എനിക്ക് തോന്നുന്നു ഓരോ പുസ്തകവും ഓരോ ലോകമാണ്. അങ്ങനെ പറഞ്ഞാൽ തെറ്റില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓരോ പുസ്തകവും ഓരോ ലോകമാണ്.
ചെറുതും വലുതുമായ ലോകങ്ങൾ. അത് വായിക്കുന്നവരെ, അവരുടെ ജീവിതത്തെ, അതിൻ്റെ ഗതിയെ സ്വാധീനിക്കുക മാത്രമല്ല ചിലപ്പോഴെങ്കിലും നിർണയിക്കുക തന്നെ ചെയ്യും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അഥവാ ഒരു പുസ്തകം വായിക്കാൻ എടുക്കുന്നയാളല്ല ആ പുസ്തകം വായിച്ച് കഴിയുമ്പോഴുള്ള ആൾ, അതിനിടയിൽ ആ ആൾ മാറിയിട്ടുണ്ടാവും. ആ മാറ്റത്തിൻ്റെ അളവ് എത്ര, മാറ്റത്തിൻ്റെ ദിശ എങ്ങോട്ട്, അത് നമുക്ക് പ്രവചിക്കാനാവില്ല. അപ്പോൾ 100 പുസ്തകം വായിച്ച ഒരാളെന്ന് പറഞ്ഞാൽ 100 ലോകങ്ങളിൽ ജീവിച്ച ഒരാളായിരിക്കും. ആ ലോകങ്ങളൊക്കെ അയാളെ സ്വാധീനിക്കുകയും അയാളുടെ ഗതിയെ നിർണ്ണയിക്കുകയും ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെ ഒരു ലോകമായി ഇരിക്കെ തന്നെ പുതിയ ലോകങ്ങളെ സൃഷ്ടിക്കുന്ന ഒരു ദൗത്യം കൂടി പുസ്തകങ്ങൾ വഹിക്കുന്നുണ്ടല്ലെങ്കിൽ ചെയ്യുന്നുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതിലൊക്കെ വ്യത്യസ്തമായ അഭിപ്രായങ്ങളും ചിന്തകളും വിമർശനങ്ങളും ഉണ്ടാവാം, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിലെല്ലാം ഉണ്ടാവാം. എങ്കിലും ആ പ്രസക്തിയും പ്രാധാന്യവും പുസ്തകങ്ങൾക്കുണ്ട് എന്ന തിരിച്ചറിവിൻ്റെ കൂടി അടിസ്ഥാനത്തിലാവണം ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ ഒരുപക്ഷെ ഈ വിഷയം ഇട്ടവർ പുസ്തകങ്ങളുടെ ലോകത്തിൽ എന്നൊരു വിഷയം ഇട്ടിട്ടുണ്ടാവുക എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഒരു മനുഷ്യനെ നവീകരിക്കുക എന്നുള്ള വാക്കായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. എല്ലായ്പ്പോഴും നവീകരണം തന്നെ ആയിക്കൊള്ളുന്നൊന്നുമില്ല, എങ്കിലും പൊതുവിൽ നവീകരിക്കുന്നതിന് ഏറ്റവും കൂടുതൽ സഹായകരമായ ഒന്നായി പുസ്തകത്തെ കണക്കാക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പുസ്തകമാകുന്ന ലോകവും പുസ്തകങ്ങളുടെ ലോകവും എല്ലാ കാലത്തും പ്രസക്തമായി തന്നെ നിൽക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഒരുപക്ഷെ PGയുമായി പങ്കുവച്ചതുപോലെ ശാസ്ത്ര സാങ്കേതിക വൈജ്ഞാനിക മണ്ഡലങ്ങളിലെ മഹാവിസ്ഫോടനങ്ങൾ പുതിയ എന്തെങ്കിലും ഒരു കണ്ടെത്തലിൻ്റെ ഭാഗമായി ഈ പറഞ്ഞതുപോലെ മനുഷ്യൻ്റെ തലച്ചോറിലുള്ള അറിവിനെയും ചിന്തകളെയും എല്ലാം എന്നേക്കുമായി സംരക്ഷിച്ചു വെക്കുന്ന ഉപായങ്ങൾ കണ്ടെത്തുന്ന ഒരു ഘട്ടത്തിൽ പോലും പുസ്തകങ്ങളുടെ പ്രസക്തി നിലനിൽക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. ഇതൊരു ചോദ്യോത്തര സെഷനായിരുന്നെങ്കിൽ നന്നായിരുന്നു എനിക്ക് തോന്നുന്നു. കാരണം എങ്ങനെ ഇത് ഈ സ്വരാജ് പറഞ്ഞെടുക്കുന്നതിന് പുസ്തകങ്ങൾ നവീകരിക്കുമെന്ന് പറയുന്ന ആ ഒരു പ്രതിസന്ധി പുസ്തകങ്ങളുടെ കാര്യത്തിൽ പൊതുവേ നമ്മളെല്ലാവരും കരുതി വയ്ക്കുന്ന ഒരു കാര്യമാണ് പുസ്തകങ്ങൾ നവീകരിക്കാനുള്ളതാണ് എന്ന് പറയുന്നത്. പുസ്തകങ്ങൾക്കൊരു രാഷ്ട്രീയമുണ്ട്. പുസ്തകം നവീകരിക്കുക എന്ന് പറയുന്നത് പോലും ആപേക്ഷികമാണെന്ന് വേണമെങ്കിൽ നമുക്ക് വാദിക്കാം. പുസ്തകം നവീകരിക്കുക മാത്രമാണോ ചെയ്യുക എന്ന് പറയുന്ന ഒരു വലിയ ചോദ്യം പുസ്തക വായനക്കാരുടെ മുന്നിൽ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. വളരെ സിമ്പിളായ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ അത് നിങ്ങൾക്ക് മനസ്സിലാവും. അത് ഇന്ത്യയിലെ 2 മനുഷ്യരുടെ ജീവിതത്തെ ഏറെ സ്വാധീനിച്ച ഒരു കൃതിയുടെ പേരാണ് ഭഗവത്ഗീത. ഒന്ന് മഹാത്മാഗാന്ധിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ നവീകരിക്കുന്നതിലും മനസ്സിലാക്കുന്നതിലും അദ്ദേഹം ജീവിക്കുന്ന സമൂഹത്തെയും ഉൾക്കൊള്ളുന്നതിലും അദ്ദേഹത്തിന് ഏറ്റവും പ്രേരണ നൽകിയ, സ്വാധീനിച്ച ഒരു കൃതിയായിട്ട് പറഞ്ഞത് ഭഗവത്ഗീതയാണ്. അദ്ദേഹത്തെ വെടിവെച്ച് കൊന്ന നാഥുറാം ഗോഡ്സെക്ക് മഹാത്മാഗാന്ധിയെ പോലൊരാൾ ഈ രാജ്യത്തിന് അനാവശ്യമാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തെ പോലൊരാൾ നിലനിൽക്കരുത് എന്ന ബോധ്യം ഉണ്ടാക്കി കൊടുത്ത കൃതിയുടെ പേരും ഭഗവത്ഗീത എന്നാണ്. അവിടെയാണ് ഈ പ്രശ്നം. ഈ നവീകരണം എങ്ങനെ നടക്കുന്നുവല്ലോ, ആരെന്ത് വായിക്കുന്നു എന്നുള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിലുപരിയായിട്ട് എങ്ങനെ വായിക്കുന്നു എന്നുള്ളത്. അപ്പോൾ ഈ എങ്ങനെ വായിക്കുന്നു എന്ന് പറയുന്നതിന് അടിസ്ഥാനപരമായി പുസ്തകങ്ങളെന്ന് പറയുന്നത് സിവിലൈസേഷനെ കൊണ്ടു നടക്കുന്നവർ എന്നാണ്, സിവിലൈസേഷന് തുടർച്ച ഉണ്ടാക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ഈ മനസ്സിലാക്കലുകൾക്കിടയിലാണ് ഏത് തരം സിവിലൈസേഷന് തുടർച്ച വേണോ എന്ന് ഇന്നിപ്പോൾ ഇന്ത്യക്കാരനോട് എല്ലാവരും ചോദിക്കുന്നൊരു ചോദ്യമാണ്. നിങ്ങൾക്ക് സിവിലൈസേഷന് തുടർച്ച വേണോ? ഒരു സമൂഹത്തോട് ആ സമൂഹത്തിൻ്റെ ഭാവി എന്ന് പറയുന്നത് നിങ്ങളുടെ ഭൂതകാലത്തിലാണ് എന്ന് പറയുന്ന ഒരു വ്യവസ്ഥാപിത ഗവൺമെൻറ് ജീവിക്കുന്നൊരു സമൂഹത്തിലാണ് നമ്മൾ ഇന്ന് ഇന്ത്യയിൽ ജീവിക്കുന്നത്. ഭൂതകാലത്തിലാണ് നിങ്ങളുടെ ഭാവി എന്ന് ഇവിടുത്തെ പുതിയ തലമുറയോട് പറയുന്ന ഒരു അധികാര കേന്ദ്രീകൃതമായ സ്ഥലത്ത്. അപ്പോൾ ഈ സിവിലൈസേഷനെ മുന്നോട്ട് കൊണ്ട് അവരും പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്. എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയൊരു പ്രശ്നം ഞാൻ പറയാം. യൂറോപ്പ് 20-ാം നൂറ്റാണ്ടിലെ സാഹിത്യം ഏറ്റവും സമ്പന്നമാവുന്നത് 2ാം ലോകമഹായുദ്ധത്തിൻ്റെ നാസി ഓഷ്വിറ്റ്സ് അനുഭവങ്ങളും അതിൻ്റെ വേദനകളും പങ്കുവെച്ച നോവലുകളായാലും ഓർമ്മക്കുറിപ്പുകളായാലും
അല്ലെങ്കിൽ യാത്രാ വിവരണങ്ങളായാലും അതിൻ്റെ ചരിത്രമായാലും അതിലൂടെയാണ്. ലോക സാഹിത്യത്തിൽ 20-ാം നൂറ്റാണ്ടിൻ്റെ സാഹിത്യം വേറിട്ട് നിൽക്കുന്നതിൻ്റെ പ്രധാന കാരണങ്ങളിലൊന്ന് ഈ ദുരന്തത്തെ മനുഷ്യൻ എങ്ങനെ നേരിട്ടു എന്നതിൻ്റെ അറിവും ഓർമ്മകളുമാണ്. അത് വായിച്ച് ആസ്വദിച്ച് അതിനെക്കുറിച്ച് ഒരുപാട് എഴുതുകയും പറയുകയും പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത പല മനുഷ്യരും ഇന്നത്തെ ഇന്ത്യയിൽ ഫാഷിസത്തിൻ്റെ ആരാധകരായി മാറുകയാണ്. അപ്പോൾ എവിടെയാണ് ഈ നവീകരണം? അവരെന്താണ് വായിച്ചത്? ഓഷ്വിറ്റ്സിലെ ദുരന്തങ്ങളിൽ നിന്ന് അവരൊന്നും നേടുന്നില്ല, അവരൊന്നും അനുഭവിച്ചറിഞ്ഞില്ല. അവരുടെ അറിവിലേക്ക് അത് സ്വാംശീകരിക്കപ്പെട്ടോ എന്നുള്ള ചോദ്യം. അപ്പോൾ വായനയുടെ പുസ്തകങ്ങളെ എങ്ങനെ നേരിടണം എന്ന് പറയുന്ന വളരെ വലിയൊരു പ്രതിസന്ധി ലോകത്തിൻ്റെ മുന്നിൽ ഈ 21-ാം നൂറ്റാണ്ടിലും ഉണ്ട് എന്നുള്ളതാണ്. 20-ാം നൂറ്റാണ്ടിലും ഉണ്ടായിരുന്നു, ഇനി അങ്ങോട്ടും ഉണ്ടാവും. അപ്പോൾ അത് ഒരു വളരെ വളരെ ഈസിയായ വളരെ സ്വാഭാവികമായൊരു പ്രക്രിയയായിട്ട് വായന കാണാവോ എന്നുള്ള വലിയ ചോദ്യം ഉണ്ട്. അതിനെക്കുറിച്ചുകൂടി സ്വരാജ് പറഞ്ഞിട്ട് നമുക്ക്. വളരെ ആഴമുള്ള ഒരു പ്രശ്നമാണ് എനിക്ക് തോന്നുന്നു അദ്ദേഹം ഇവിടെ മുൻപോട്ട് വെച്ചിട്ടുള്ളത്. മാത്രമല്ല അതിന് വളരെ കാലിക പ്രസക്തിയുണ്ട് വർത്തമാനകാല ഇന്ത്യയിൽ പ്രത്യേകിച്ചും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ ഘട്ടത്തിൽ അതിൻ്റെ വിശദീകരണങ്ങളിലേക്ക് ഉദാഹരണങ്ങളിലേക്ക് ഞാൻ കടന്നു പോകുന്നില്ല. നമുക്ക് അങ്ങനെ വികസിക്കുന്നുണ്ടെങ്കിൽ പിന്നീട് നോക്കാം. ഈ പറഞ്ഞൊരു പ്രശ്നമുണ്ട്. എനിക്ക് തോന്നുന്നു അതിൽ മൗലികമായി നിൽക്കുന്ന ഒരു പ്രശ്നം, ഒരു പുസ്തകം രണ്ടു പേർ ഒരുപോലെ വായിക്കുന്നുണ്ടാവില്ല. ആ കാര്യം ഉറപ്പാണ്, ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യമാണ്. അതൊരു പുസ്തകം മാത്രമല്ല. ഇപ്പോൾ ഒരു ഉദാഹരണത്തിൽ നിന്ന് അതിൻ്റെ മറ്റു കാര്യങ്ങൾ ഞാൻ വിട്ടുകളയുകയാണ്. അതായത് ഒരു സിനിമ, ഇപ്പോൾ ഒരു സിനിമ കണ്ട ഒരാൾ, അപ്പോൾ ഏതാണ് സിനിമ എന്ന് കണ്ടതാരാണെന്നൊന്നും ഞാൻ അതിലേക്ക് പോകേണ്ട കാര്യമില്ല. അതൊരു സാർവകാലികമോ സാർവലൗകികമോ ഒക്കെ ആയി ഉദാഹരണമായിട്ട് എടുത്താൽ മതി. ഒരു സിനിമ കണ്ട ഒരാൾ മറ്റൊരാളോട് പറഞ്ഞു, ഈ സിനിമ എന്തായാലും കാണണം, ഇത് കണ്ടില്ലെങ്കിൽ ജീവിതത്തിലെ ഒരു വലിയ നഷ്ടമാണ്. ചിലർ ഇപ്പോഴത്തെ സിനിമകളെക്കുറിച്ചൊന്നും അല്ല ഞാൻ പറയുന്നത്, കുറച്ച് മുമ്പുള്ള സിനിമയാണ്, വെറുതെ കാട് കയറിപ്പോൾ. അപ്പോൾ ഇത് കണ്ടില്ലെങ്കിൽ വലിയ നഷ്ടമാണ്, അത് എന്തായാലും കണ്ടേ പറ്റൂ, കാണണം എന്ന് പറഞ്ഞു. അപ്പോൾ അത് കേട്ട് മറ്റേയാൾ ആ സിനിമ കാണാൻ പോയി. സിനിമ കണ്ടു കഴിഞ്ഞിട്ട് അയാൾ സിനിമ കാണാൻ ശുപാർശ ചെയ്ത ആളെ വിളിച്ചു പറഞ്ഞു, അത്രേ, എൻ്റെ മുന്നിൽ വരരുത്, വന്നാൽ ഒറ്റ കുത്തിന് കൊന്നു കളയും ഞാൻ. അപ്പോൾ ഒരാൾക്ക് ജീവിതത്തിൽ കണ്ടേ തീരൂ എന്ന് തോന്നിപ്പിച്ച ആ സിനിമ തന്നെയാണ് മറ്റേയാൾ കണ്ടിട്ട് ആകെ നിരാശാഭരിതനും മറ്റേ ക്ഷുഭിതനുമായി മാറിയത്. അപ്പോൾ അടിസ്ഥാനപരമായ പ്രശ്നം, ആദ്യം കണ്ടയാൾ കണ്ട സിനിമയല്ല രണ്ടാമത്തെ ആൾ കണ്ട സിനിമ. ഏത് സിനിമ രണ്ടും ഒന്നു തന്നെ. നിങ്ങൾ വായിച്ച, അതാണ് ഗോഡ്സെയുടെയും ഗാന്ധിയുടെയും പ്രശ്നം പറഞ്ഞത്. ഗാന്ധിജി വായിച്ച ഭഗവത്ഗീതയല്ല ഗോഡ്സെ വായിച്ച ഭഗവത്ഗീത. രണ്ടു പേർക്ക് ഒരു പുസ്തകം വായിക്കുക എന്നത് ഏറെക്കുറെ അസാധ്യമായി മാറിയ ഒരു സങ്കീർണമായ സാഹചര്യം എല്ലാ കാലത്തും ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാ കാലത്തും ആ സാഹചര്യമുണ്ട്. മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ പപ്പൻ പറയുന്നുണ്ട്, ഞാൻ ആരെയെങ്കിലും കൊല്ലും, ചോരയൊഴുക്കുകയല്ലാതെ മറ്റൊരു മാർഗവും ഞാൻ കാണുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ദാസൻ പറയുന്നു, ചോരയൊഴുക്കുന്നത് എനിക്കിഷ്ടമില്ല, നീ പറയുന്നത് കേൾക്കുമ്പോൾ എനിക്ക് പേടിയാകുന്നുണ്ട് എന്നിങ്ങനെ പറഞ്ഞു വന്നിട്ട് അതിൽ പറയുന്ന ഏറ്റവും മനോഹരമായൊരു വാചകമുണ്ട്, മനുഷ്യൻ്റെ ഒരു തുള്ളി രക്തത്തിന് ഒരു കിരീടത്തേക്കാൾ വിലയുണ്ട് എന്ന്. അപ്പോൾ പപ്പൻ നീരസത്തോടു കൂടി ചോദിക്കുന്നു, നീ ഗാന്ധിയാകാൻ നോക്കുക, ഇതാണ് ചോദ്യം. അപ്പോൾ അതിന് ദാസൻ പറയുന്നൊരു മറുപടിയുണ്ട്, എനിക്ക് ഗാന്ധി ആവണ്ട, മാർക്സും ആവണ്ട, മനുഷ്യനായാൽ മതി എന്ന് പറയുന്നൊരു മറുപടിയുണ്ട്. അതിന് പല അർത്ഥങ്ങളുണ്ട്. ഒന്ന്, ഗാന്ധി ആവുക എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല, മാർക്സ് ആവുക എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. എന്നാൽ ഗാന്ധി ആവുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരർത്ഥം മനുഷ്യനാവുക എന്ന് കൂടിയാണ്. മാർക്സ് ആവുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരർത്ഥം മനുഷ്യനാവുക എന്ന് കൂടിയാണ്. ഞാൻ സാന്ദർഭികമായി സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. പറഞ്ഞു വന്നത്, മനുഷ്യനാവുക, മനുഷ്യത്വം ഉണ്ടാവുക, മനുഷ്യപക്ഷപാതിയാവുക, മനുഷ്യ സ്നേഹമുള്ളയാളാവുക എന്നൊക്കെ പറഞ്ഞാൽ വളരെ പരമപ്രധാനമായ ഒരു കാര്യമാണ്. എന്താണ് ഈ മനുഷ്യ സ്നേഹം? ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ കാരശ്ശേരി മാഷയുടെ ഒരു പുസ്തകം വായിക്കുകയുണ്ടായി. അദ്ദേഹം വൈക്കം മുഹമ്മദ് ബഷീർ, MT സുകുമാർ അഴീക്കോട്, NB മുഹമ്മദ് ഇവരുമായിട്ടൊക്കെയുള്ള അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളും അവരുമായുള്ള സംഭാഷണങ്ങളും ഉൾപ്പെടുത്തിയതാണ് പുസ്തകം. അപ്പോൾ അതിൽ ബഷീറിൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ അദ്ദേഹം എല്ലായ്പ്പോഴും അദ്ദേഹം ചായ കുടിച്ച് കഴിഞ്ഞ് ഗ്ലാസ് കമഴ്ത്തി വെക്കും പോലും.
അപ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ ചായ കുടിച്ച് കഴിഞ്ഞിട്ട് ഗ്ലാസ് കമിഴ്ത്തി വെക്കുന്ന ഒരാളെ കണ്ടിട്ടില്ല. നിങ്ങളാരെങ്കിലും അങ്ങനെ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ കാരശ്ശേരി ബഷീറിനോട് ചോദിച്ചു, ഇത് എന്താണ് ചായ കുടിച്ച് കഴിഞ്ഞിട്ട് ഗ്ലാസ് ഇങ്ങനെ കമിഴ്ത്തി വെക്കുന്നത്? അപ്പോൾ ബഷീറിൻ്റെ മറുപടി, വല്ല വിവരമുണ്ടോ? കാരശ്ശേരിയോട് ചോദിക്കുകയാണ്. ചായ കുടിച്ചു കഴിഞ്ഞാൽ ഗ്ലാസിൻ്റെ അടിയിൽ ഒരു ഇത്തിരിപ്പോളം ചായ ബാക്കി നിൽക്കും. അതിലേക്ക് വന്നു വീഴുന്ന ഉറുമ്പുകൾ അതിൽ ചത്തൊടുങ്ങും. അങ്ങനെ ഉറുമ്പുകൾ ചത്തൊടുങ്ങാതിരിക്കാനാണ് ഞാൻ ഈ ഗ്ലാസ് കമിഴ്ത്തി വെക്കുന്നത് എന്ന് പറയുകയാണ്. ഇതിൻ്റെ പേരാണ് മനുഷ്യ സ്നേഹം, അല്ലാതെ ഉറുമ്പ് സ്നേഹം എന്നല്ല അതിൻ്റെ പേര്. തനിക്ക് ജീവനുള്ളിടത്തോളം ഒരാളെ താൻ കൊല്ലില്ലെന്നും ഒക്കെ ചിന്തിക്കാൻ ആ സംഭവം പ്രേരിപ്പിക്കാം. ഒപ്പം ഒരാളെ എങ്ങനെ കൊല്ലാം എന്ന് പഠിക്കുന്നതിനുള്ള ഒരു അനുഭവ പാഠമായിട്ടും അത് നമുക്ക് എടുക്കാം. ഇങ്ങനെയുള്ള ഒരു സാധ്യത എല്ലാറ്റിലും നിൽക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നൊരു കാര്യം, ഈ ഒരു പ്രശ്നം ഇവിടെ ശ്രീ സുധീർ സൂചിപ്പിച്ച ഓഷ്വിറ്റ്സ് സാഹിത്യം ഒക്കെ വായിച്ച് വളർന്നിട്ടുള്ള പലരും പിന്നീട് ഫാസിസത്തിൻ്റെ കാലൊച്ചകൾക്ക് കാതോർത്ത് നിൽക്കുന്ന ഒരു അനുഭവം നമ്മുടെ ചുറ്റുപാടുമൊക്കെ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നതായിട്ടുണ്ട്. അപ്പോൾ അവർ പുസ്തകങ്ങൾ വായിച്ചത് എങ്ങനെയാണ്, അവർ ലോകത്തെ കണ്ടത് എങ്ങനെയാണ്, അവരെ പ്രചോദിപ്പിച്ചത് എന്താണ്, ഇത്തരത്തിലുള്ള ഘടകങ്ങളെല്ലാം പ്രസക്തമാണ്. ഇപ്പോൾ മുസോളിനിക്ക് പൂച്ചകളോട് വാത്സല്യമായിരുന്നു എന്ന് എവിടെ ഞാൻ വായിച്ചിട്ടുണ്ട്. പൂച്ചകളോട് വാത്സല്യമായിരുന്നു എന്ന് വായിച്ചിട്ടുണ്ട്. വാത്സല്യം പോലെ മഹത്തായ ഉദാത്തമായൊരു വികാരം വേറെ ഉണ്ടാവില്ല. പക്ഷെ അത് അദ്ദേഹത്തിന് പൂച്ചകളോട് മാത്രമായിരുന്നു, മനുഷ്യരോട് അങ്ങനെ ഉണ്ടായിരുന്നില്ല. ഈ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ പുസ്തകം വായിച്ചു എന്ന ഏക കാരണം കൊണ്ട് ഒരാൾ മനുഷ്യസ്നേഹി ആയിക്കൊള്ളണം എന്നില്ല. ഒരു പക്ഷത്തെ എത്രമാത്രം മനുഷ്യത്വത്തിൻ്റെ മഹത്തായ ആശയങ്ങളെ പിന്നെയും പിന്നെയും പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന പുസ്തകത്തിൻ്റെയും വാക്കുകളുടെയും വരികളുടെയും ഇടയിൽ ഒരിറ്റ് ചോരയുടെ ഗന്ധം കാത്ത് ഇരിക്കുന്ന ഒരാളാവാം ചിലപ്പോൾ ഈ വായിക്കുന്ന ഒരാൾ. അങ്ങനെ ഒരു പ്രശ്നം കൂടി അതിലുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. ബാക്കി നിങ്ങൾ തുടർന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ സംസാരം മുന്നോട്ട്. 20-ാം നൂറ്റാണ്ടിലെ ഏറ്റവും വ്യക്തിപരമായ ഗ്രന്ഥാലയം ഉണ്ടായിരുന്ന ആളുടെ പേര് ഹിറ്റ്ലർ എന്നാണ്. അദ്ദേഹത്തിന് ഏറ്റവും അധികം പുസ്തകങ്ങളുടെ ഒരു കളക്ഷൻ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അടിസ്ഥാനപരമായി ഇപ്പം സ്വരാജ് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ ലോകത്തെ അറിയുക എന്ന് പറയുന്നതാണ് മനുഷ്യന് മാത്രം അന്വേഷിച്ച ഒരു കാര്യമാണത്. ലോകത്തെ അറിയുമ്പോഴാണ് ഈ ഉറുമ്പ് ജീവിക്കേണ്ടതാണെന്നും ഉറുമ്പ് നമുക്ക് വേണ്ടതാണെന്നും ഉറുമ്പിൽ ചായവെള്ളത്തിൽ ഉറുമ്പ് മരിച്ചു പോകുമെന്നുമുള്ള തിരിച്ചറിവുകളൊക്കെ എല്ലാ തരത്തിലുള്ള അറിവുകളും ഉണ്ടാവുന്നു. ആ അറിവുകളെ, അതാണ് ഞാൻ ആദ്യം പറഞ്ഞ അറിവുകളുടെ സംരക്ഷണം, അതിൻ്റെ തുടർച്ച, അതാണ് പുസ്തകങ്ങളുടെ അടിസ്ഥാനപരമായിട്ട് ഉപയോഗിച്ചത്. അത് പലതരത്തിൽ മറ്റെല്ലാറ്റിനും പോലെ ഇരുതലവാളായി എല്ലായ്പ്പോഴും പ്രയോഗത്തിലൂടെ വന്നിട്ടുണ്ടാവാം. ഇപ്പം സാഹിത്യം എന്ന് പറയുന്നത് അനുഭവങ്ങളുടെ പകർച്ചയാണ്, അല്ലെങ്കിൽ അനുഭവങ്ങളെ മറ്റൊരു തലമുറക്ക് പകർന്നു കൊടുക്കലാണ്. നേരത്തെ പറഞ്ഞതുപോലെ പുസ്തകം വായിക്കുന്ന ഒരാൾ അയാളുടെ ജീവിതം മാത്രം ജീവിക്കുന്നു, ധാരാളം പുസ്തകം വായിക്കുന്ന 1000 ജീവിതം ജീവിക്കുന്നു എന്നുള്ളതാണ്. അപ്പം ഞാൻ എന്താണോ ചെയ്യുന്നത്, എൻ്റെ പരിമിതമായ ജീവിതത്തിൻ്റെ ഹ്രസ്വമായ ജീവിതത്തിനുള്ളിൽ നിന്ന് എനിക്ക് അനുഭവിക്കാവുന്നതിന് വളരെ പരിമിതിയുണ്ട്. പക്ഷേ ഞാനൊരു 4 പുസ്തകം വായിക്കുമ്പോൾ, അല്ലെങ്കിൽ വാർ ആൻഡ് പീസ് വായിക്കുമ്പോൾ, അല്ലെങ്കിൽ ബഷീറിനെ വായിക്കുമ്പോൾ, മുകുന്ദനെ വായിക്കുമ്പോൾ, മയ്യഴിയുടെ ജീവിതം എന്താണെന്ന്, മയ്യഴിയിലെ സാമൂഹ്യ വ്യവസ്ഥ എന്താണെന്നും അറിയാൻ എനിക്കത് മാത്രം വായിച്ചാൽ മതി. അപ്പോൾ അത് വലിയൊരു സാധ്യതയാണ് മനുഷ്യന് മുന്നിൽ. അതാണ് സാഹിത്യം തരുന്ന ഏറ്റവും വളരെ പ്രധാനപ്പെട്ട. സാഹിത്യത്തിലെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഓർത്തെടുക്കാൻ പറ്റും. ഞാൻ എല്ലായിടത്തും പറയുന്ന ഒരു അനുഭവവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമുണ്ട്. ഒരു റഷ്യൻ റൈറ്റർ ഉണ്ടാകും, ഇറേൻ നെമറോവസ്കി എന്നാണ് അവരുടെ പേര്. അവർ 37-ാമത്തെ വയസ്സിൽ വീണ്ടും ഓഷ്വിറ്റ്സിൽ കൊല്ലപ്പെട്ടവരാണ്. അവർ ഗോൾദാർ എന്ന് പറഞ്ഞിട്ടൊരു വ്യക്തിയുടെ പേരാണ്, അയാളുടെ പേരിൽ കൃത്യമായിട്ട് പേര് ഓർമ്മിക്കുന്നില്ല, ഒരു നോവൽ എഴുതിയിട്ടുണ്ട്. അതൊക്കെ അവർ 1990-കളിൽ സൂക്ഷിക്കപ്പെട്ട, 90-കളിലോ 2000-ലോ സൂക്ഷിക്കപ്പെട്ട പെട്ടിയിൽ നിന്നാണ് അവർ എഴുതിയിരുന്നത് പോലും ലോകം അറിഞ്ഞത്. അപ്പോൾ അതിലൊരു നോവലിലൊരു ഭംഗം വായിച്ചപ്പോൾ അതൊരു രണ്ട് വ്യവസായികളുടെ കഥയാണ്. അവർ തമ്മിൽ പാർട്ട്നേഴ്സായിരുന്നു. അപ്പോൾ ഒരു വ്യവസായി വളരെയധികം കഷ്ടപ്പെട്ട് അയാൾ പാപ്പറായി. അപ്പോൾ അയാൾ മറ്റേ സുഹൃത്തിനോട് ചോദിക്കേണ്ട, താൻ എന്നെങ്കിലും സഹായിക്കണം എന്ന് പറയുമ്പോൾ മറ്റേയാൾ സഹായിക്കുന്നില്ല. പക്ഷെ അതിൽ പ്രയാസം നേരിട്ട് അയാൾ ആത്മഹത്യ ചെയ്യണം. ഈ ആത്മഹത്യ ചെയ്ത സുഹൃത്തിനെ കാണാൻ വേണ്ടിയിട്ട് ഈ സഹായിക്കാത്ത സുഹൃത്ത് പോവുകയാണ്. പോയി ആ ക്രിമേഷനെ കഴിഞ്ഞ് തിരിച്ച് ട്രെയിനിൽ വരുമ്പോൾ അദ്ദേഹത്തിന് ഈ മനക്ലേശത്തിൻ്റെ ബാധയുടെ കാര്യമായിട്ട് അദ്ദേഹത്തിന് ഹാർട്ട് അറ്റാക്ക് വരികയാണ്. ഈ വിവരണമുണ്ട്.
ഞാൻ എപ്പോഴും പറയാറുണ്ട്, എനിക്ക് ഒരു പക്ഷേ ശരിയായൊരു ഹാർട്ട് അറ്റാക്ക് ഇതുവരെ വന്നിട്ടില്ല, പക്ഷേ ഈ വിവരണത്തിലൂടെ അനുഭവിച്ചറിഞ്ഞ ഹാർട്ട് അറ്റാക്കിൻ്റെ അത്ര തീവ്രത ഒറിജിനൽ ഹാർട്ട് അറ്റാക്കിന് ഉണ്ടാവില്ല എന്ന് കരുതുന്ന ആളാണ്. അതാണ് എഴുത്തിൻ്റെ, സാഹിത്യത്തിൻ്റെ കരുത്തെന്ന് പറയുന്നത്. അതാണ് നമ്മുടെ മുന്നിലേക്ക്, നമുക്ക് മുന്നേ ജനിച്ചു പോയ മനുഷ്യർ, ജീവിച്ച് നടന്നുപോയ മനുഷ്യർ, 1-ാം നൂറ്റാണ്ടിൽ 2-ാം നൂറ്റാണ്ട്, ഏകദേശം 6000 വർഷത്തിൻ്റെ പഴക്കം ഈ പുസ്തകം വായന എന്ന് പറയുന്നതിന് ടെക്നിക്കലി ഉണ്ട്. അപ്പോൾ ആ ഏതെല്ലാമോ നൂറ്റാണ്ടിലൂടെ കടന്നുപോയ മനുഷ്യരുടെ ജീവിതം എങ്ങനെയായിരുന്നു, അവരെന്തെല്ലാം ക്ലേശങ്ങളിലൂടെയാണ് കടന്നുപോയത്, ആ ക്ലേശങ്ങൾക്ക് പരിഹാരം എന്ന രീതിയിലാണ് നമ്മൾ എല്ലാ തരത്തിലുള്ള മീമാംസകളും രാഷ്ട്രവും സമൂഹവും ദർശനവും ശാസ്ത്രവും ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പം അതിനെ അറിയുക എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പുസ്തകം നമ്മുടെ മുന്നിലേക്ക് വയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കരുത്ത് എന്ന് പറയുന്നത്. നമ്മുടെ ഭാവി ഭൂതത്തെ അറിയുക, ഭൂതത്തിൽ എന്താണ് സംഭവിച്ചത്, നമ്മുടെ ഇന്നലകൾ എങ്ങനെയായിരുന്നു, ആ ഇന്നലകളിൽ നമ്മൾ ഏത് രീതിയിലാണ് തിരുത്തപ്പെടേണ്ടത്, അതുപോലെ തന്നെ എങ്ങനെയാണ് ഭാവിയെ നമ്മൾ നേരിടുക എന്ന് വർത്തമാനത്തെ നേരിടുക എന്ന് പറയുന്നത് പ്രത്യേകിച്ച് പറയേണ്ടതില്ല. അതിലുപരിയായിട്ട് എങ്ങനെയാണ് നമ്മൾ ഭാവിയെ നേരിടുക എന്ന് പറയുന്ന വലിയ ചോദ്യം മനുഷ്യന് മുന്നിൽ എപ്പോഴും ഉണ്ട്. അതിലെ ഒരു വലിയ സഹായിയായിട്ടുള്ളതെന്ന് പറയുന്നത് ഈ ഫ്യൂച്ചർ എന്ന് നോക്കിക്കാണാനുള്ള അത്തരം പണ്ഡിതന്മാരുടെ അറിവുകളാണ്. ഞാൻ ഇപ്പോൾ വായിച്ച ഒരു പുസ്തകത്തിൻ്റെ കാര്യം പറയാൻ തോന്നുന്നു. ഗ്രീസിലൊരു ഇക്കോണമിസ്റ്റ് ഉണ്ട്, യാനിസ് വെറഫോക്കീസ് എന്ന് പറയുന്ന അയാൾ വലിയ അവിടുത്തെ ഫിനാൻസ് മിനിസ്റ്റർ ആയിരുന്നു. അദ്ദേഹം ഒരുപാട് പുസ്തകങ്ങൾ, അദ്ദേഹം ഇപ്പോൾ എഴുതിയൊരു പുസ്തകമുണ്ട്, അതിൻ്റെ പേര് ടെക്നോ ഫ്യൂഡലിസം എന്നാണ്. അതിൽ അദ്ദേഹം പറയുന്നൊരു കാര്യം, ഇന്ന് ലോകം ക്യാപിറ്റലിസം, ടെക്നോ ഫ്യൂഡലിസം കിൽഡ് ക്യാപിറ്റലിസം എന്നാണ് അതിൻ്റെ സബ് ഹെഡിങ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാപിറ്റലിസം അവസാനിച്ചിരിക്കുന്നു, ക്യാപിറ്റലിസത്തെ ടെക്നോ ഫ്യൂഡലിസം കവർന്നെടുത്തിരിക്കുന്നു എന്നാണ്. ടെക്നോ ഫ്യൂഡലിസം എന്ന് പറയുന്നത് എക്സാമ്പിളായിട്ട് പറയുന്നത്, ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ അസറ്റ്സ്, ധനം, സമ്പത്ത് മുഴുവനുള്ളത് ഈ ടെക്നോ കമ്പനീൻ്റെ കയ്യിലാണ്. ഇപ്പോൾ ജെഫ് ബസോസ്, ആമസോണിൻ്റെ, അവരൊന്നും പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല, പക്ഷേ ദേ ആർ സെല്ലിങ് ദെയർ പ്ലാറ്റ്ഫോം. അതേസമയം ഈ പ്ലാറ്റ്ഫോം വാടകയ്ക്ക് കൊടുത്ത് മാത്രം ഉണ്ടാക്കുന്ന പണം കൊണ്ട് ലോകത്തിലെ എല്ലാ ഇൻഡസ്ട്രിയൽ ഹൗസസിനേക്കാളും വലിയ ധനമാണ് അവരുണ്ടാക്കിയിരിക്കുന്നത്. അതിൻ്റെ കൂടെ ഈ സമൂഹത്തെ മൊത്തത്തിൽ അടിമയാക്കി വെച്ചിരിക്കുന്നു. ഫ്യൂഡലിസം ചെയ്തത് അതാണ്, അവരുടെ ആസ്തിയെ അതിൽ പ്രൊഡക്ഷൻ ഉണ്ടാക്കാൻ വേണ്ടി മറ്റുള്ളവർ ഉപയോഗിക്കുകയും ഇവരെ അടിമകളായി നിലനിർത്തുകയും ചെയ്യുക, ധനവും അതിൻ്റെ ലാഭവും മുഴുവൻ ഫ്യൂഡൽ ലോർഡിന്, ജന്മിമാർക്ക് കിട്ടുക. അപ്പോൾ ഇന്ന് ലോകത്തെ ജന്മി എന്ന് പറയുന്നത്, ലോകത്തിലെ ഏറ്റവും വലിയ ജന്മികൾ എന്ന് പറയുന്നത് ഈ പറയുന്ന ടെക്നോ കമ്പനികളാണെന്നും അവരാണ് ഇനി ലോകത്തെ മുന്നോട്ട് നയിക്കാൻ പോകുന്നു, അവരുടെ നിയന്ത്രണത്തിലേക്ക് ലോകം വരും. നമ്മളിപ്പം അടിസ്ഥാനപരമായിട്ട് നമ്മൾ ദേശീയതയെക്കുറിച്ചൊക്കെ പറയും, ലോകം, രാജ്യങ്ങൾ ജിയോഗ്രഫിക്കലായിട്ട് ഒരുപാട് അതിരുകളൊക്കെ നിർമ്മിച്ചിട്ടുണ്ടെങ്കിലും അതിലപ്പുറമായിട്ട് പുതിയ കാലം എന്ന് പറയുന്നത് ഒരു ഡിജിറ്റൽ റിപ്പബ്ലിക്കിൻ്റെ കൂടെ ഭാഗമാണ്. വി ആർ ഓൾ പൗരൻ, നമ്മളെല്ലാവരും ഈ ലോകം എന്ന് പറയുന്ന ഡിജിറ്റൽ റിപ്പബ്ലിക്കിൻ്റെ പൗരന്മാരാണ് എന്നാണ് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നത്. ആ ഓർമ്മപ്പെടുത്തലിൻ്റെ സമയത്താണ് ഈ ടെക്നോ ഫ്യൂഡലിസം എങ്ങനെയാണ് അടുത്ത ലോകത്തെ മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് പറയുന്നതാണ്. എത്രമാത്രം കമ്പനികൾ, ഇൻഡസ്ട്രിയൽ ഹൗസസ് എന്തെല്ലാം പ്രൊഡ്യൂസ് ചെയ്തിട്ടും അവർക്കാർക്കും ഉണ്ടാക്കാൻ കഴിയാത്തത്ര ആസ്തിയും ധനവുമാണ്, ലാഭവുമാണ്. ഇതൊന്നും ചെയ്യാതെ വെറും ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിനെ വാടക കൊടുത്ത് മാത്രം ഉണ്ടാക്കുന്ന കമ്പനികൾ ഉണ്ടാക്കുന്നത് എന്നാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത്. ഈ ബോധം ഈ പുസ്തകം വായിച്ചാൽ മാത്രമേ നമ്മൾക്ക് പെട്ടെന്ന് കിട്ടുള്ളൂ. നമ്മൾ ആലോചിച്ചെടുക്കും, ഇനി അതിനെ നമുക്ക് മുന്നോട്ട് പോകണം. ഒരുപക്ഷെ അടുത്ത തലമുറ, വെറഫോക്കീസിന് അടുത്ത് വരുന്നവർ അതിനേക്കാളും മുന്നോട്ട് കൊണ്ടുപോകും. ഇത് തന്നെയാണ് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുമായിട്ടൊക്കെ വരുന്ന സാങ്കേതികമായ പുതിയ പ്രശ്നങ്ങളെ എങ്ങനെയാണ് ഇതിനെ നേരിടുക, ആരാണ് ഇതിനെ നിയന്ത്രിക്കുക, ഡിജിറ്റൽ റിപ്പബ്ലിക്കിൽ ആരാണ് ഭരണാധികാരി, ഇതൊരു വലിയ ചോദ്യമാണ്. ഈ ചോദ്യം ലോകത്തോട് ഇന്ന് ചോദിക്കുന്നത് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് പഠിച്ചിട്ടുള്ള പണ്ഡിതന്മാരാണ്. ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട്, എൻ്റെ ലൈബ്രറിയിൽ അടുത്ത ഒരു വിഷയം അതായിരിക്കാം. നമുക്കൊക്കെ പുസ്തകങ്ങൾ ശേഖരിക്കുന്നവരാണ്, ലൈബ്രറിയിൽ സ്ഥലമില്ല, വീട്ടിൽ എപ്പോഴും വഴക്കാണ്, കാരണം സ്ഥലമില്ല പുസ്തകം വയ്ക്കാൻ. അതൊരു വലിയ, ഏതൊരു പുസ്തക വായനക്കാരൻ്റെ മുന്നിലും പ്രതിസന്ധി. അപ്പോൾ നമ്മളൊക്കെ വിചാരിച്ചു ഡിജിറ്റൽ പുസ്തകങ്ങൾ വാങ്ങിച്ചാൽ മതി. അപ്പോൾ ഡിജിറ്റൽ ഈ ബുക്കുണ്ട്, കിൻഡിലുണ്ട്, എൻ്റെ ഫോണിലുണ്ട്, ഒക്കെ ഉണ്ട്. അതാണ് അടുത്ത കാലത്ത് നമുക്കിനി സഹായിക്കാൻ പോകുന്നത്. സ്ഥലത്തിൻ്റെ പ്രശ്നമില്ല എന്നുള്ളൊരു സൗകര്യത്തിലിരിക്കുകയാണ്. ഈ അടുത്ത കാലത്ത് ഞാൻ വായിച്ചു, ഒരു ദിവസം രാവിലെ എല്ലാവരുടെ കിൻഡിൽ നിന്നും 1984 പോയി. ആമസോൺ അതങ്ങ് പിൻവലിച്ചു. കിൻഡിൽ നിന്നുള്ള നമ്മൾ സംരക്ഷിച്ചു വയ്ക്കുന്ന ഏത് പുസ്തകവും ആമസോൺ മുതലാളി ഒരു സെക്കൻഡിൽ തീരുമാനിച്ചാൽ മതി, ഈ പുസ്തകം ഞാൻ വിഡ്രോ എന്ന് പറഞ്ഞാൽ വിഡ്രോ ചെയ്തു. ഇത് ആമസോൺ കിൻഡിൽ നമ്മൾ സൂക്ഷിച്ചിരിക്കുന്ന മുഴുവൻ പുസ്തകത്തിനും പറ്റും. ആമസോൺ പൂട്ടിപ്പോയാൽ
എൻറോൺ പോലത്തെ വലിയ കമ്പനികൾ പൂട്ടിപ്പോയ ലോകമാണ്. അത് പൂട്ടിപ്പോയാൽ നമ്മൾ ഈ സംരക്ഷിച്ചു വരിക്കുന്ന അറിവും പുസ്തകങ്ങളും ഒക്കെ എവിടെയോ അപ്രത്യക്ഷമാവും. ഇത് വായനക്കാരനും പുസ്തകവും നേരിടുന്ന പുതിയ വെല്ലുവിളിയാണ്. ഒരു പക്ഷേ എഴുതി വെച്ച പുസ്തകം, എഴുതിയ രേഖ, അതിൻ്റെ പ്രാധാന്യം അവിടെയാണ് വരുന്നത്. അതെന്നും നിലനിൽക്കുന്നില്ല. നമുക്കിപ്പം ബ്രിട്ടീഷ് ലൈബ്രറിയിലോ അല്ലെങ്കിൽ ഇന്ത്യൻ ആർക്കൈവ്സിലോ പോയിട്ട് ഏത് കാലത്തെയും KLF നടന്നൊരു മീറ്റിങ്ങിൽ വില്യം ഡാൽറിംബിൾ 1942 ഇന്ത്യയിലൊക്കെ ഉണ്ടായിരുന്നൊരു വലിയ പ്രതിസന്ധി, ബോംബ് ഭീഷണി ഉണ്ടാവുമെന്ന് വിചാരിച്ച് മദ്രാസ് നഗരത്തിൽ നിന്ന് ലക്ഷക്കണക്കിന് ആളുകൾ മാറ്റി താമസിക്കുകയും മാറുകയൊക്കെ പോയതിൻ്റെ ഒരു ചരിത്രമുണ്ട്. അൺഫോർച്യുനേറ്റ്ലി അത് റിട്ടേൺ അധികം അറിയിച്ചിട്ടില്ല. ആ ചരിത്രത്തെക്കുറിച്ചൊരു പുതിയ പുസ്തകം പെൻഗിനിൽ വരുന്നുണ്ട്, മുകുന്ദ് പത്മനാഭൻ, ഹിന്ദുവിൻ്റെ പഴയ എഡിറ്റർ. ആ പുസ്തകത്തിൻ്റെ അദ്ദേഹം എങ്ങനെയാണ് രേഖകൾ ഉണ്ടാക്കിയതെന്നും പബ്ലിക് ഡൊമൈനിൽ അധികം ഇല്ലാത്ത ഇൻഫർമേഷനെ എങ്ങനെയാണ് ഈ പുസ്തകത്തിനായി സ്വരൂപിച്ചു എന്നൊക്കെ പറഞ്ഞു വന്നപ്പോൾ ഒരു ചോദ്യമുണ്ടായി സദസ്സിൽ നിന്ന്. ആ ചോദ്യത്തിൻ്റെ എന്താണെന്ന് വെച്ചാൽ, ഇന്ന് നിങ്ങൾ ഈ പറയുന്ന ബ്രിട്ടീഷ് ലൈബ്രറി, മറ്റ് ആർക്കൈവ്സ്, ലെറ്റേഴ്സ്, അവരെഴുതിയ നോട്ട് ബുക്കുകൾ, അല്ലെങ്കിൽ മറ്റ് പത്രങ്ങളിൽ വന്ന മിനിമം വിവരങ്ങൾ, ഇതെല്ലാം കൂടി കൂട്ടിച്ചേർത്ത് വായിച്ച് ആ സംഭവത്തെ കൃത്യമായി അടയാളപ്പെടുത്താൻ നമുക്ക് കഴിയുന്നുണ്ട്. ചോദ്യം ഇതായിരുന്നു, 2023 നടക്കുന്നൊരു സംഭവം എങ്ങനെയായിരിക്കും അടുത്ത തലമുറയിലെ ചരിത്രകാരൻ രേഖപ്പെടുത്തുക എന്നുള്ളത്. അവൻ്റെ മുന്നിലെ വെല്ലുവിളി എന്താണെന്ന് വളരെ എളുപ്പമായിട്ട് നമുക്ക് തോന്നും, പക്ഷെ പ്രശ്നമാണ്. കാരണം ഇന്നത്തെ ഒരു സംഭവത്തിന് അന്നത്തെ പോലെയല്ല, 1000 വേർഷൻസ്, അതിൽ പകുതിയും ഫേക്കായിരിക്കും. ഇത് മുഴുവൻ അവിടെ സൂക്ഷിക്കപ്പെടുകയാണ്. റിട്ടൺ ഡോക്യുമെൻറ്റ്സ് ഉണ്ടാവുകയുമില്ല. അപ്പോൾ ഈ ഫേക്ക് ഡോക്യുമെൻറ്റ്സിൽ നിന്നുണ്ടാകുന്ന ഒരു സത്യമെന്ന് പ്രസ്താവിക്കുന്ന ഒരു ഡോക്യുമെൻ്റാണ് നാളത്തെ ലോകത്തിൻ്റെ മുന്നിൽ കിട്ടുക എന്നത്. ഇപ്പോൾ ഡാൽറിംബിൾ പറഞ്ഞത് ഒരു അസാധാരണമായൊരു സാഹചര്യമാണ്. ഒരു കാര്യം കൂടി അദ്ദേഹം പറഞ്ഞു, എനിക്ക് 2001 എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഹാർഡ് ഡിസ്ക് തുറക്കാൻ, ഇന്ന് വില്യം ഡാൽറിംബിനെ പോലെ ആളാണ് പറയുന്നത്, ലോകത്തിലെ ഏത് സാങ്കേതിക വിദ്യയും അയാൾക്ക് തുറക്കാൻ പറ്റണില്ല. അയാൾ ചോദിക്കുകയാണ്, നാളെ രാവിലെ പെൻഡ്രൈവ് എന്ന് പറയുന്ന സാധനം ഇല്ലാതായി പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മളെല്ലാം സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു എന്ന് പറയുന്ന സാധനം എവിടെയുണ്ടാവുക? ഈ ക്ലൗഡിനെ നശിപ്പിക്കാൻ ആരെങ്കിലും തീരുമാനിച്ചാൽ എന്തായിരിക്കും ലോകത്തിൻ്റെ അറിവിൻ്റെ, വിജ്ഞാനത്തിൻ്റെ, സംരക്ഷണത്തിൻ്റെ പ്രതിസന്ധി എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഇത് ഭരണവും അധികാരവും രാഷ്ട്രീയവും ഒക്കെ കൈകാര്യം ചെയ്യുന്നവർ കൂടി ഉൾക്കൊള്ളേണ്ട ഒരു ചോദ്യമായിട്ട് ഞാനിവിടെ വയ്ക്കുകയാണ്. നമ്മുടെ ലോകം അനുദിനം മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതൊരു പഴയ പ്രയോഗമായി കഴിഞ്ഞു. അനുനിമിഷം മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായും അത് പുതിയ സാധ്യതകളെയും അതോടൊപ്പം തന്നെ വെല്ലുവിളികളെയും ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്യും. ആ രണ്ട് കാര്യങ്ങളെക്കുറിച്ചും ഇവിടെ സാമാന്യേന പ്രതിപാദിക്കുകയുണ്ടായി. ഞാൻ പക്ഷേ അതിനെക്കുറിച്ച് അത്ര ഉത്കണ്ഠാകുലനല്ലാത്തത്, ഇപ്പോഴും പുസ്തകങ്ങളായി തന്നെ സൂക്ഷിക്കുന്ന ശീലം പിന്തുടരുന്നതുകൊണ്ട് അത് ഞാൻ അത് സൂക്ഷിക്കാനുള്ള സ്ഥലവും സമ്പത്തും ഉള്ളതാണെന്ന് ഞാൻ അടിവരയിടും. അത് ചില പ്രയാസങ്ങൾ സൃഷ്ടിക്കും. പക്ഷേ അത് നമ്മൾ ആ പ്രയാസങ്ങൾക്കുള്ള പരിഹാരം കണ്ടെത്താനുള്ള ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കുക എന്നല്ലാതെ വേറെ മാർഗവുമില്ല. ഈ പറഞ്ഞതെല്ലാം വളരെ ആസന്നമായ ഭാവിയിൽ, അല്ലെങ്കിൽ സമീപ ഭാവിയിൽ തന്നെ നമുക്ക് നേരിടേണ്ടതായി വരുന്ന ഒരു പ്രശ്നം തന്നെയാണ്. അത് സമൂഹം ചൂഷണഭരിതമായിട്ട് തുടരുന്നിടത്തോളം ഇത്തരത്തിലുള്ള വെല്ലുവിളികൾ വരിക തന്നെ ചെയ്യും. ഒരു സംഭവത്തെ ഏത് പുസ്തകം മാനദണ്ഡമാക്കിയാണ് നമ്മൾ വിലയിരുത്തുക എന്നുള്ളത് ഭാവിയിൽ മാത്രമല്ല, ഇപ്പോഴും ആ പ്രശ്നമുണ്ട്. ഇപ്പോൾ നമ്മുടെ രാജ്യത്തെ മാത്രം സാഹചര്യം എടുത്തു കഴിഞ്ഞാൽ പുസ്തകങ്ങളുടെ കാര്യത്തിൽ മാത്രമല്ല, ഇപ്പോൾ NCERT സിലബസ് പിന്തുടരുന്ന സ്കൂളുകളിലെ വിദ്യാർത്ഥികൾ എന്താണ് ഡാർവിനെ കുറിച്ച് ഇനി പഠിക്കുക? അവർ നാളെ ടാഗോറിനെ കുറിച്ച് എന്ത് പഠിക്കും? ഗാന്ധിജിയെക്കുറിച്ച് എന്ത് പഠിക്കും? ഇതൊരു പ്രശ്നമുണ്ട്. അത് രാഷ്ട്രീയ അധികാരവുമായി ബന്ധപ്പെട്ട് തന്നെ ഉയർന്നു വരുന്നൊരു പ്രശ്നമാണ്. തീർച്ചയായും നമ്മുടേതുപോലെയുള്ള ഇത്തരം സമ്മേളനങ്ങളിൽ ഇത്തരം വിഷയത്തെ അധികരിച്ചുകൊണ്ടുള്ള ചർച്ചകളിൽ ഈ വെല്ലുവിളികളെ, ഈ സങ്കീർണതകളെ ഒക്കെ ചർച്ച ചെയ്യുന്നത് നല്ലതുമാണ്. ഇപ്പോൾ നമുക്ക് ആശ്രയിക്കാൻ കഴിയുക പുസ്തകം എഴുതിയ ആൾ ലോകത്തെ എങ്ങനെ കണ്ടു എന്നതുകൂടി മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നമ്മൾ പുസ്തകങ്ങൾ വായിക്കാൻ. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിൻ്റെ അർത്ഥം
നിഷേധാത്മകമായ നിലയിൽ സമൂഹത്തിൽ പങ്കുവഹിച്ച ഒരാളുടെ പുസ്തകം വായിക്കാനേ പാടില്ല എന്നല്ല. ആ പുസ്തകത്തിനും ഒരു ധർമ്മമുണ്ട്. ഇപ്പോൾ ഗോൾവാൾക്കറുടെ വിചാരധാര എൻ്റെ ഒരു വിചാരധാരയുണ്ട്, ഞാനത് വായിച്ചിട്ടുണ്ട്. ആ വിചാരധാര ഗോൾവാൾക്കർ ഉയർത്തിപ്പിടിച്ച രാഷ്ട്രീയം, ആ പ്രത്യയശാസ്ത്രം എത്രമാത്രം മനുഷ്യത്വരഹിതമാണെന്നുള്ളത് സ്വയം വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ ആ അർത്ഥത്തിൽ മാനവരാശിയോട് ആ പുസ്തകവും ഒരു കടമ നിർവഹിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇത് ഞാൻ ഇന്നത്തെ ഇന്ത്യയിൽ പറയാൻ പറ്റിയൊരു ഉദാഹരണം എന്നതിൽ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇതിന് ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ മുൻപാകെ ഉണ്ടാവും. വാക്കുകളുടെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത വാക്കുകളെ നമുക്ക് തൊടാൻ പറ്റില്ല എന്നതാണ്. പക്ഷേ അതേസമയം വാക്കുകൾക്ക് നമ്മളെ തൊടാൻ പറ്റും, അഥവാ വായനക്കാരെ തൊടാൻ പറ്റും. അതുതന്നെയാണ് അടിസ്ഥാനപരമായി പുസ്തകങ്ങളുടെയും ഒരു സ്വാധീനം. അത് എങ്ങനെ തുടരണം, ഏത് ദിശയിലേക്ക് നമ്മളെ നയിക്കണം എന്ന കാര്യത്തിൽ മറ്റു ചില ഘടകങ്ങൾ കൂടി ബാധകമാണ് എന്നാണ് നേരത്തെ ഇവിടെ പറഞ്ഞു വെച്ചത്. ഇപ്പോൾ ഓരോരുത്തർക്കും ഓരോ വായനാനുഭവം ഉണ്ടാവും, അവരവരുടേതായ വായനാനുഭവങ്ങളുണ്ടാവും. ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്ന സമയത്ത് തന്നെ നേരത്തെ ശ്രീ രാജൻ പരിചയപ്പെട്ടു. അപ്പോൾ അദ്ദേഹം ഈ സമീപ സമയത്തൊരു പുസ്തകം എഴുതി, മർത്യഗാഥ എന്നാണ് പുസ്തകത്തിൻ്റെ പേര്. നിങ്ങളിൽ ആരൊക്കെ അത് ശ്രദ്ധിച്ചു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. മനുഷ്യരാശിയുടെ വികാസ പരിണാമ പ്രക്രിയയുടെ ഒരു ആകത്തുകയായിട്ട് നമുക്ക് കാണാൻ കഴിയുന്ന മലയാളത്തിൽ സമീപകാലത്ത് ഇറങ്ങിയ ഏറ്റവും മികച്ച ഉള്ളടക്കമുള്ള ഒരു പുസ്തകമാണ്. ഞാനത് ധൈര്യമായി നിങ്ങൾക്ക് ശുപാർശ ചെയ്യുന്നു വായിക്കാൻ വേണ്ടി. അതുപോലെ തന്നെ ഇവിടെ ഇരിക്കുമ്പോൾ അശോകൻ ചെരുവിലൂടെ നേരെ മുന്നിലിരിക്കുന്നുണ്ട്. ഞാൻ ആദ്യമായിട്ട് അശോകൻ ചെരുവിലിനെ കാണുന്ന സമയത്ത് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, അദ്ദേഹം എഴുതിയ കഥയിലെ ഒരു വാചകം, ഒരു ഹിമക്കരടിയുടെ സഞ്ചാരം പോലെ വാർദ്ധക്യം സാവധാനം എടുത്തു. ശരിയല്ലേ, അങ്ങനെ ഒരു കഥയുണ്ട്. അപ്പോൾ എൻ്റെ തലയിലെ മുടി നരച്ചു തുടങ്ങിയ സമയത്ത് ഞാൻ ആദ്യം ഓർത്തത് ആ വരികളാണ്. ഞാൻ പറഞ്ഞു വന്നത്, നാം വായിക്കുന്നതിൽ ചില വരികൾ നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കും, ചില ആശയങ്ങൾ തങ്ങി നിൽക്കും, ചില സന്ദർഭങ്ങൾ തങ്ങി നിൽക്കും, അങ്ങനെയൊക്കെ ഉണ്ടാവും. ഇപ്പം മരിയയുടെ മധുവിധു എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ നോവലുണ്ട്, ഒരു ലഘു നോവൽ, എം മുകുന്ദൻ എഴുതിയതാണ്, ചെറിയ നോവൽ. അത് വായിച്ചിട്ടുള്ളവർ ധാരാളം ഒരുപക്ഷെ ഇവിടെ ഉണ്ടാവും. ഇന്ത്യ സന്ദർശിക്കാൻ വന്ന ഒരു വിദേശ വനിതയാണ് മരിയ. അപ്പോൾ അവരുടെ വിസയുടെ കാലാവധി തീർന്നുപോയി. കാലാവധി കുറച്ചൊന്ന് നീട്ടിക്കിട്ടണം, അതിനുവേണ്ടി അവർ പരിശ്രമിക്കുകയാണ്. അപ്പോൾ അവർ അതിന് സഹായിക്കാൻ നിയോഗിക്കപ്പെട്ട ആളോട് അവർ പറയുന്നു, എത്ര പണം വേണമെങ്കിലും തരാം, ചെലവഴിക്കാം, ഒരാഴ്ചയെങ്കിലും വിസയുടെ കാലാവധി നീട്ടിത്തരണം. അപ്പോൾ അദ്ദേഹം തിരിച്ചു ചോദിക്കുന്നു, മരിയ, അത്രമാത്രം പണമുണ്ടോ നിൻ്റെ കയ്യിൽ? അതാണ് ചോദ്യം. കാരണം മരിയ കണ്ടാൽ പറഞ്ഞാൽ മുഷിഞ്ഞ വസ്ത്രമൊക്കെയാണ്, അപ്പോൾ വലിയ കാശ് കയ്യിലുള്ളതായിട്ട് തോന്നിയില്ല. മരിയ തൻ്റെ തോൾസഞ്ചി തുറന്ന് ഒരു കെട്ട് ഡോളർ എടുത്ത് കാണിച്ചു. അപ്പോൾ കാശുണ്ട്. അപ്പോൾ അദ്ദേഹം തിരിച്ചു ചോദിക്കുന്നു, ഇത്രയും പണമുണ്ടായിട്ടും നീ എന്തുകൊണ്ടാണ് പഹാഡ്ഗഞ്ചിലെ വൃത്തികെട്ട ഹോട്ടലിൽ താമസിക്കുന്നത്? ഡൽഹി പഹാഡ്ഗഞ്ച് വളരെ തുച്ഛമായ തുകയ്ക്ക് താമസിക്കാനുള്ള മുറികളൊക്കെ കിട്ടുന്ന സ്ഥലമാണ്. വൃത്തിയും എടുപ്പൊന്നും ഉണ്ടാവില്ല, തല്ലിപ്പൊളി മുറികളായിരിക്കും എന്ന് മാത്രം. പക്ഷേ ആ ചോദ്യത്തിന് മരിയ പറയുന്നൊരു മറുപടിയുണ്ട്. ആ മറുപടി ഇങ്ങനെയാണ്, നിന്റെ രാഷ്ട്രത്തിൻ്റെ ആത്മാവിലേക്കുള്ള വഴികൾ വൃത്തികേടും മാലിന്യവുമാണ്. ഇതാണ് പറയുന്നത്, വൃത്തികേടും മാലിന്യവുമാണ്. നിന്നോടിത് ആര് പറഞ്ഞു മരിയേ? ആരും പറഞ്ഞതല്ല, ഋഷികേശിൽ, കാശിയിൽ ഞാൻ നേരിട്ട് കണ്ടതാണ്. ഞാൻ ഋഷികേശിൽ പോയിട്ടുണ്ട്, ഡൽഹിയിൽ പോയിട്ടുണ്ട്. ഉത്തരേന്ത്യ ഒരിക്കലെങ്കിലും സന്ദർശിച്ചിട്ടുള്ളവരുടെ മനസ്സിൽ ഈ വരികൾ ചെലുത്തുന്നൊരു സ്വാധീനമുണ്ട്. വൃത്തികേടാണ്, ദാരിദ്ര്യമാണ്, അരക്ഷിതാവസ്ഥയാണ്, അന്ധവിശ്വാസമാണ്, ദുരിതമാണ്, ദുരന്തമാണ് ഇന്ത്യ. ഇപ്പോഴും അതാണ് ഇന്ത്യ. അതുകൊണ്ടാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൽഹിയിലേക്ക് വന്നപ്പോൾ റോഡിൻ്റെ സൈഡിൽ പെട്ടെന്നൊരു മതിൽ ഉയർന്നു. മതിൽ കെട്ടി തീരില്ല എന്ന് ഉറപ്പായപ്പോൾ നമ്മുടെ തൃശ്ശൂരിലൊക്കെ ഇപ്പോൾ വലിയ കെട്ടിടം പണിയുമ്പോൾ വലിയ മറ കെട്ടാറുണ്ട്, അതിൻ്റെ പൊടി ഇതൊന്നും പുറത്തേക്ക് വരാതിരിക്കാനും. പിന്നെ ചില അന്ധവിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടുണ്ട്, ഇത് നിർമ്മാണ ഘട്ടത്തിൽ കണ്ണ് വെക്കാതിരിക്കാനും ഒക്കെ ഉള്ള രീതിയിൽ മറ കെട്ടി. ഇപ്പോഴും മറ കെട്ടുകയാണ് നമ്മുടെ രാജ്യം. ദാരിദ്ര്യവും വൃത്തികേടും മാലിന്യവും പട്ടിണിയും അരാജകത്വവും അരക്ഷിതാവസ്ഥയും അന്ധവിശ്വാസവും ഒക്കെ പുറത്ത് കാണാതിരിക്കാൻ മറ കെട്ടുകയാണ്. എത്ര വലിയ ഒരു രാഷ്ട്രീയ പ്രശ്നമാണ്, ഒരു ദേശീയ രാഷ്ട്രീയ പ്രശ്നമാണ്. നോവലിലെ 2 വരിയിൽ സംക്ഷേപിക്കുന്നുണ്ട്. ഇത് പലതരത്തിലും വായിക്കാം. ഞാൻ പറഞ്ഞു വന്നത്, പുസ്തകങ്ങളുടെ പ്രസക്തി, അതിൻ്റെ പ്രാധാന്യം, അത് വിളിച്ചു പറയുന്ന സത്യങ്ങൾ, അതിൻ്റെ രാഷ്ട്രീയം, അത് ചെലുത്തുന്ന സ്വാധീനം, അത് നിഷേധാത്മകമായിട്ട് കൂടി ഉണ്ട് എന്നൊരു വശത്തെ നമ്മൾ കാണുമ്പോഴും അതല്ല കൂടുതൽ മുന്നിട്ട് നിൽക്കുന്നത് എന്നൊരു പ്രത്യേകതയുണ്ട്. ആ പുസ്തകങ്ങൾ സവിശേഷമായ വായന അനുഭവം ഓരോ വായനക്കാരനും സമ്മാനിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ വായനയൊക്കെ സജീവമായിട്ട് ഉയർന്നു വന്ന ഒരു ഘട്ടവും പുതിയൊരു തലമുറ ഈ വായന കൂടുതൽ
മൊബൈൽ ഫോണിൽ വായിക്കുക, അങ്ങനെയൊക്കെയുള്ള രീതികളുണ്ട്. എനിക്ക് തോന്നുന്നു രണ്ട് വായനയും ഒരേ അനുഭവം അല്ല പ്രദാനം ചെയ്യുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇത് തീർത്തും വ്യക്തിപരമായ ഒരു അഭിപ്രായമാണ്. അതിന് നിങ്ങളുടെ പിന്തുണയുടെ ആവശ്യമില്ല, നിങ്ങൾ എതിർത്താൽ ഞാനിട്ട് മാറ്റാനും പോകുന്നില്ല. ആ പുസ്തകങ്ങൾ ഒരു പക്ഷേ ഈ പറയുന്ന സമീപ ഭാവിയിൽ ഈ രംഗത്ത് വന്നേക്കാവുന്ന ചില നിഷ്ഠൂരമായ അധികാര പ്രയോഗങ്ങളെ അതിജീവിക്കാനും സാധിച്ചേക്കും, സഹായിച്ചേക്കും പുസ്തകങ്ങളായി തന്നെ തുടരുന്നത്. സൂക്ഷിക്കാനുള്ള സ്ഥലത്തിൻ്റെയും മറ്റു കാര്യങ്ങളൊക്കെ പ്രായോഗികമായ ചില വിഷമതകളാണ്. നമ്മുടെ ഓരോ ഗ്രാമത്തിലും ഒരു വായനശാലയുണ്ട്, ഇപ്പോഴും ഉണ്ട്. ആ വായനശാലകളിൽ എത്ര പേര് പോകുന്നുണ്ട്, അവിടുന്ന് എത്ര പേർ പുസ്തകം എടുത്ത് വായിക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ നമ്മൾ ചർച്ച ചെയ്യുകയോ വിമർശിക്കുകയോ ഉയർന്നു വരികയോ ഒക്കെ ചെയ്യേണ്ട കാര്യങ്ങളാണ്. എങ്കിലും പുസ്തകങ്ങളായി നിലനിൽക്കുന്ന ഒരു കാലം തന്നെയാണ് കൂടുതൽ അഭികാമ്യമെന്നും അതിൻ്റെ ഒരു ഉപലോകമായി മറ്റെല്ലാ സാങ്കേതിക വിദ്യയുടെ വികാസത്തെയും പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്നതായിരിക്കും ഉചിതമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ചിലപ്പോൾ ആലോചിച്ച് പോയി, പുസ്തകങ്ങൾ ഓരോ ആളും ഓരോന്ന് വായിക്കുന്നു പറയുന്ന പോലെ അസൂയ തോന്നുന്നു. എന്തൊരു ഓർമ്മയാണ് ഓരോ തലച്ചോറിൻ്റെ വൈവിധ്യം എന്നല്ലാതെ എന്താ പറയുക. ഈ വൈപുല്യത്തെക്കുറിച്ചും എന്തുകൊണ്ടാണ് പുസ്തകങ്ങൾ അച്ചടിച്ചതിൽ നിന്ന് മാറേണ്ടതിനെക്കുറിച്ചുള്ള ബോധ്യം വന്നതിനെക്കുറിച്ചും പറയാം. ഒരു ശരാശരി കണക്ക് എന്ന് വെച്ചാൽ ലോകത്തിലെ ഏറ്റവും വളരെ സ്റ്റാൻഡേർഡായിട്ട് പബ്ലിഷ് ചെയ്ത് കണക്ക് വയ്ക്കുന്ന പ്രസാധകരുടെ ഇന്ന് ലോകത്തിലുള്ള പുസ്തകങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് ഏകദേശം 15 കോടിയാണ്. 15 കോടി ഇൻഡിവിജ്വൽ ടൈറ്റിൽസ് നമ്മളീ പറയുന്ന യാതൊരു തരത്തിലും മുഖ്യധാരയിലില്ലാത്ത പ്രസാധകരെയൊക്കെ ലോകമെമ്പാടുമുള്ള പ്രസാധകരെ ഒഴിവാക്കിയാലുള്ള അതിൻ്റെ എണ്ണമാണത്. ഈ 15 കോടി അവിടെ നിൽക്കുന്നു. ശരാശരി ഒരു മനുഷ്യൻ 50 പേജ് വെച്ച് വായിക്കുന്നു എന്ന് കണക്കിലെടുക്കുക. അയാളൊരു 70 വർഷം അയാൾക്ക് വായിക്കാൻ കഴിയുന്നു വയ്ക്കുക. 90 വയസ്സ് ജീവിച്ചാൽ ഏകദേശം 70 വയസ്സ് 50 വായിക്കാം. അങ്ങനെ വായിച്ചാൽ നിലവിലുള്ള പുസ്തകങ്ങളുടെ പേജുകൾ ശരാശരി എടുത്തു കഴിഞ്ഞാൽ ഒരു 300 എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരാൾക്ക് വായിച്ചു തീർക്കാവുന്ന പുസ്തകങ്ങളുടെ എണ്ണം 3000ആണ്. അപ്പോൾ 15 കോടി നമ്മളെ കാത്തിരിക്കുന്ന, നമ്മൾ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ അതിലെ ഒരു 10% നമ്മളെ പ്രചോദിപ്പിക്കുന്ന, ടെംപ്റ്റ് ചെയ്യുന്ന പുസ്തകങ്ങളുള്ള ആ ലോകത്താണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. ഒരു പ്രത്യേക മാസം, ഓരോ മാസവും ഇന്ത്യയിൽ പോലും പ്രമുഖ പ്രസാധകരുടേതായിട്ട് ഏകദേശം 600 പുസ്തകങ്ങളാണ് പ്രസിദ്ധീകരിക്കപ്പെടുന്നത്. ഈ പുസ്തകങ്ങൾ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പുസ്തകങ്ങളെല്ലാം സൂക്ഷിക്കുക എന്ന് പറയുന്നത് ക്ലൈമറ്റിനെ ബാധിക്കുന്നതിലൊരു വലിയ പങ്ക് ഈ അച്ചടിച്ച് വരുന്ന പേപ്പറുണ്ടാക്കുന്ന വൃക്ഷങ്ങൾക്കുമുണ്ട്. അപ്പോൾ അടിസ്ഥാനപരമായി ലോകം നേരിടാൻ പോകുന്ന പ്രതിസന്ധികളിൽ ഒന്നായിരിക്കും ഈ കടലാസിനെ എങ്ങനെ നിർമ്മിക്കാം, എങ്ങനെ നിയന്ത്രിക്കാം എന്നുള്ളത്. അപ്പോൾ ഇതൊരു ഭാവിയിലേക്കുള്ള വലിയ ഒരു പ്രതിസന്ധിയായിട്ട് തന്നെ ഇത് ഞാൻ മനസ്സിലാക്കുന്നത് പുസ്തകങ്ങളിലൂടെയാണ് എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. നമ്മൾ പുസ്തകങ്ങളുടെ ലോകത്ത് ഇങ്ങനെ വ്യാപരിക്കുമ്പോൾ ഓരോരോ പുതിയ ഭയാനകമായ സത്യങ്ങൾ നമ്മളിലേക്ക് എത്തും. വിജ്ഞാനം എന്ന് പറയുന്നത് അങ്ങനെ നിരന്തരം മുന്നോട്ട് പോകുന്ന ഒന്നാണ്. നാളെ നേരത്തെ പറഞ്ഞതുപോലെ ഷേക്സ്പിയറിൻ്റെ എന്ന് പറഞ്ഞിട്ട് ഷേക്സ്പിയർ കൃതികളെക്കുറിച്ച് ധാരണയില്ലാത്ത ഒരാളടുത്ത് ഇന്ന് ഓപ്പൺ കമ്പനി അല്ലെങ്കിൽ ഗൂഗിളിൻ്റെ ChatGPT കമ്പനി അല്ലെങ്കിൽ അവരുടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സംവിധാനത്തിന് ഷേക്സ്പിയറിൻ്റെതെന്ന് സംശയിക്കത്തക്ക, ഒരു തരത്തിലും സംശയം അർഹിക്കാത്ത പുസ്തകങ്ങൾ എഴുതുകയും അത് ബ്രിട്ടനിലെ ഏതോ ഒരു പെട്ടിക്കകത്ത് കിടന്നതാണെന്നുള്ള വ്യാഖ്യാനത്തോടുകൂടി സമൂഹത്തിൻ്റെ മുന്നിലേക്ക് എത്തിക്കാനും കഴിയുന്നൊരു കാലത്താണ്. ONV കുറുപ്പിൻ്റെ കവിത മലയാളത്തിൽ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ChatGPT അടിച്ചു തരും. ഇപ്പം ഒരു സംശയമില്ല. അങ്ങനെയുള്ളൊരു കാലത്ത് കൂടിയാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ഇത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പുസ്തകങ്ങളുടെ ഒരു ഭ്രാന്ത് മനുഷ്യനുണ്ട് കാലം തൊട്ട്. ആക്ച്വലി അതിനെ പറയുന്നത് ജെൻറ്റിൽ മാഡ്നസ് എന്നാണ്. അത് നമ്മളങ്ങനെ സവിശേഷമായിട്ട് വിളിക്കും. ആ ഭ്രാന്തിനെ മാത്രം ജെൻറ്റിൽ മാഡ്നസ് എന്ന് പറയും.
അപ്പോൾ ആ ജെൻറ്റിൽ മാഡ്നസ് എന്ന് പറയുന്ന സവിശേഷമായ കാര്യങ്ങൾ മനുഷ്യവാശിയിൽ ഒരു വലിയ ശതമാനം ന്യൂനപക്ഷമാണ്, അവർ ഒരുപാട് പേർക്കുണ്ട്. അവരാണ് ഈ പുസ്തക ലോകത്തെക്കുറിച്ച് എത്രയധികം ആകാംക്ഷപ്പെടുന്നതും അതിനെ ഈ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതും ഒക്കെ. ഈ ഭ്രാന്ത് പിടിച്ചവരാണ് നമ്മളൊക്കെ. അതുകൊണ്ടാണ് നമ്മൾ വീട്ടിൽ സ്ഥലമില്ല എന്നതും മറ്റു വഴികൾ അന്വേഷിക്കുകയൊക്കെ ചെയ്യുന്നത്. വായിച്ച് പുതിയത് വായിക്കുക, പഴയത് തന്നെ പിന്നെയും വായിക്കുക എന്ന് പറയുന്ന ഒരു പുസ്തക ഭ്രാന്തിനെ കുറിച്ച് പറയുമ്പോൾ ഒരു അനുഭവം കൂടി പറയാം. എനിക്ക് തോന്നുന്നു ഇനിയും 12 മിനിറ്റ് നമ്മൾ തീർക്കേണ്ടതുണ്ട് സുരാജ്, അതാ പ്രശ്നം. അപ്പോൾ ഒരുപക്ഷെ നിങ്ങളെല്ലാം കേട്ട് കാണും, എം കൃഷ്ണൻ നായർ എന്ന് പറയുന്ന സാഹിത്യ ഭാരഫലം എഴുതിയ കേരളത്തിലെ പുസ്തക വായനക്കാരിലൊരു വലിയ ആളാണ്. അദ്ദേഹത്തുമായിട്ടുള്ള ഒരു അനുഭവം, അദ്ദേഹം ഈ പറഞ്ഞ പോലെ ഈ മരിക്കുന്നവരുടെ അടുത്ത് പോലെ പള്ളിയിലച്ചനെ പോലെ ഞാൻ അദ്ദേഹം മരിക്കുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ അടുത്ത് ഇങ്ങനെ പോകുമായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് വായിക്കാൻ കഴിയാതായിരിക്കുന്ന ഒരു കാലത്ത് ഞാൻ അന്ന് അവിടെ ഒരു തിരുവനന്തപുരത്തൊരു ബുക്ക് സെല്ലറായിരുന്നു. അപ്പോൾ അദ്ദേഹത്തെ എല്ലാ ദിവസവും പുതിയ പുസ്തകങ്ങൾ കൊടുത്തുകൊണ്ട് ഇതെല്ലാം പറയുമ്പോൾ മനസ്സിലാക്കണം, ഗൂഗിൾ ഇല്ലാത്ത കാലത്തെ വായനയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഈ ഗൂഗിൾ ഇല്ലാതിരുന്നൊരു കാലം ഉണ്ടായിരുന്നു എന്ന് നമ്മുടെ കുട്ടികളോട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞു കൊടുക്കണം, അല്ലാത്തൊരവസ്ഥയാണ്. അപ്പോൾ അന്നത്തെ കാലത്ത് പുതിയ പുസ്തകങ്ങൾ കണ്ടെത്തുന്നതിൽ ക്ലേശങ്ങളോടെ ഞാനും അദ്ദേഹവും അങ്ങനെയുള്ള ഈ PGയും അങ്ങനെയുള്ള വലിയൊരു കൂട്ടായ്മയുണ്ടായിരുന്നു. അന്ന് അദ്ദേഹം ഇങ്ങനെ പുറത്തൊന്നും വരാനും വായിക്കാനും കഴിയാതിരുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയിട്ട് പുതിയ പുസ്തകങ്ങളെക്കുറിച്ച് പറയും, പുസ്തകത്തിൻ്റെ ബ്ലർബൊക്കെ വായിച്ചു കൊടുക്കും. അദ്ദേഹം വളരെ വികാരാധീനനാവുന്ന ഒരു മനുഷ്യനാണ്. അങ്ങനെ ഉള്ളപ്പോൾ അദ്ദേഹം ചോദിച്ച 2 ചോദ്യങ്ങൾ എൻ്റെ മനസ്സിലുണ്ട്. ഒന്ന്, അദ്ദേഹം ചോദിച്ചത് ലാസ്റ്റ് ഡേയ്സ് ഓഫ് മാൻകൈൻഡ് എന്ന് പറഞ്ഞിട്ട് ഈ ഫസ്റ്റ് വേൾഡ് വാറിനെ കുറിച്ചുള്ളൊരു നാടകമുണ്ട്, ഓസ്ട്രിയൻ നാടകം. അത് നമ്മൾ എത്ര അന്വേഷിച്ചിട്ടും കിട്ടിയിരുന്നില്ല. അപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു, സുധീർ, ഞാൻ ലാസ്റ്റ് ഡേയ്സ് ഓഫ് മാൻകൈൻഡ് വായിക്കാതെ മരിച്ചു പോവുമല്ലേ എന്ന്. അടുത്തൊരു ദിവസം ചോദിച്ചു ഞാൻ മരിച്ചാലും എത്ര ലാറ്റിൻ അമേരിക്കൻ മൗലിക കൃതികൾ, സൗന്ദര്യമുള്ള കൃതികൾ വരും, അതൊന്നും എനിക്ക് വായിക്കാൻ പറ്റില്ലല്ലോ. ഒരു മനുഷ്യൻ മരിക്കാൻ ഇതാണ് പുസ്തകഭ്രാന്ത് എന്ന് പറയുന്നത്. ഇത് ഒരുപാട് മനുഷ്യർക്കുണ്ടായിരുന്നു. നിത്യചൈതന്യതയെക്കുറിച്ച് ഒരുപാട് കഥകളുണ്ട് ഇതുപോലെ. ഈ ഭ്രാന്ത് മനുഷ്യന് മാത്രമുള്ളൊരു സംഭവമാണ്. അപ്പം നമ്മൾ ഈ ഭ്രാന്തിനെ കൂടി അക്കമഡേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്, അതിനെ പെരുപ്പിക്കുക എന്ന് പറയുന്നത് ഈ പുസ്തക വ്യാപാരത്തിനുണ്ട്. അതിലാണ് ഈ എഴുത്തുകാർ ലോകത്തിലെ ഏറ്റവും ഇപ്പം നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായപ്പോൾ അദ്ദേഹത്തിന് ആദ്യം ചെയ്യേണ്ടി വന്നൊരു കാര്യം എന്താണെന്നറിയോ? ജവഹർലാൽ നെഹ്റു പുസ്തകം എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹം ലെറ്റേഴ്സ് ടു മൈ മദർ എന്ന് പറഞ്ഞിട്ട് പുസ്തകം ഇന്ത്യയിലെ ഏറ്റവും വലിയ പെൻഗിൻ പബ്ലിഷേഴ്സിനെ കൊണ്ട് പബ്ലിഷ് ചെയ്യിപ്പിച്ചു. ബിക്കോസ് അദ്ദേഹത്തിന് അറിയാം, ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന് പറയുന്ന സ്ഥാനത്തെക്കാളും വലിയ സ്ഥാനം ഒരു എഴുത്തുകാരനാവുക എന്നുള്ളതാണ്. ആ കാരണം കൊണ്ടാണ് ഓരോ ആളും ഏതെങ്കിലും രീതിയിൽ വീട്ടിലുള്ള കടമ എടുത്തിട്ടായാലും പുസ്തകം പബ്ലിഷ് ചെയ്യും, സെൽഫ് പബ്ലിഷ് ചെയ്തായാലും പുസ്തകം എഴുതിയ ആളാണെന്ന് പറയുന്ന വ്യാഖ്യാനത്തിന് നിൽക്കുന്നത്. അതൊരു വലിയ ഒരു സ്വാധീനം സമൂഹത്തിൽ ഉണ്ട്, എഴുത്തുകാരനാവുക എന്ന് പറയുന്നത്, ലോകമുണ്ടായ കാലം തൊട്ടുള്ളത്. പിന്നെ പുസ്തകം, എനിക്ക് തോന്നുന്നു ഒഴുക്കോടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ പുസ്തക ഭ്രാന്തിനെ കുറിച്ചൊക്കെ പറഞ്ഞത് ശരി തന്നെ. എനിക്ക് തോന്നുന്നു ഈ പലവിധം ഭ്രാന്തുകൾക്കിടയിൽ ഏറ്റവും സ്വീകാര്യമായ ഒരു ഭ്രാന്ത് പുസ്തക ഭ്രാന്ത് തന്നെ ആയിരിക്കുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ പറഞ്ഞ പ്രശ്നം ഗൗരവതരമാണ്. 15 കോടി പ്രസാധകരുണ്ടെന്ന് സത്യം പറഞ്ഞാൽ ഞാനും ഇപ്പോഴാണ് അറിയുന്നത്, അദ്ദേഹം പറയുമ്പോഴാണ് ഞാൻ അറിയുന്നത്. ഒന്ന്, അതിനെക്കുറിച്ചൊരു അവസാന വാക്ക് നമുക്ക് പറയാനും പറ്റില്ല. ഇപ്പോൾ പുസ്തകം പ്രസിദ്ധീകരിച്ചില്ലെങ്കിൽ അതെന്തോ ഗണ്യമായ ഒരു കുറവാണ് എന്ന് കരുതപ്പെടുന്ന ഒരു സമൂഹമായി മലയാളി സമൂഹമെങ്കിലും കുറേശ്ശെ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. കയ്യിൽ നിന്ന്, ഗ്രന്ഥകാരൻ്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിയിട്ട്, മനസ്ക്രിപ്റ്റിനോടൊപ്പം പണവും വാങ്ങി പുസ്തകം പ്രസിദ്ധീകരിക്കുന്ന പ്രസാധക രീതികളും വളർന്നു വരുന്നുണ്ട്. അത് എത്രമാത്രം അഭികാമ്യമാണെന്നുള്ളത് മറ്റൊരു കാര്യം. പക്ഷേ എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഈ പ്രവണതയുമായി ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ ഇപ്പോൾ പറയാൻ നാവിൻ തുമ്പിൽ വരുന്നുണ്ട്. ഒന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിക്കുന്നൊരു കാര്യം, പക്ഷേ ഇത് വായനയുടെ ഒരു കാലത്തെ അങ്ങനെ അത്തരം പുസ്തകങ്ങൾ അതിജീവിച്ചു കൊള്ളണമെന്നില്ല. അല്ലെങ്കിൽ അങ്ങനെയുള്ള പുസ്തകങ്ങളുടെ ലോകത്തിൽ നിന്ന്, നമ്മുടെ ഈ ടൈറ്റിൽ തന്നെ എടുത്ത പുസ്തകങ്ങളുടെ ലോകത്തിൽ നിന്ന് ഒരിത്തിരി മാറി നിൽക്കുന്ന പുസ്തകങ്ങളാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് എന്തുമാവട്ടെ, ഞാൻ അതിനെക്കുറിച്ചൊരു അവസാന വാക്ക് പറയാനോ ഒരു വിധി തീർപ്പാക്കാനോ എന്തായാലും ഈ സന്ദർഭം ഉപയോഗിക്കുന്നില്ല. മാത്രവുമല്ല, അച്ചടിമഷി പുരണ്ട കടലാസുകൾ പുസ്തക രൂപത്തിൽ തയ്യാറാക്കുന്ന എല്ലാറ്റിനെയും പുസ്തകമൊന്ന് വിളിക്കാൻ സാധിക്കുമെന്നുള്ള
പുസ്തക സംബന്ധിയായ പ്രശ്നവും മനസ്സിലുയർന്നു വരുന്നുണ്ട്. ഇതൊക്കെ നമ്മളിനി തുടർന്നുള്ള ദിവസങ്ങളിലും തുടർന്നുള്ള സാഹിത്യ സമ്മേളനങ്ങളിലും എല്ലാം ചർച്ചകൾക്കും ആലോചനകൾക്കും വിഷയമാവട്ടെ എന്ന് മാത്രം ഞാൻ ഇവിടെ അഭിപ്രായപ്പെടുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ സമയം ഏതാണ്ട് കഴിയാറാവുമ്പോൾ സദസ്സിൽ നിന്ന് ഇതുവരെ അവർക്ക് എന്തെങ്കിലും പറയാനുള്ളത് കേൾക്കാനോ ഒരു അവസരം നമ്മൾ കൊടുത്തിട്ടില്ല. ഈ സെഷൻ്റെ ഘടന എങ്ങനെയാണെന്ന് ആരും ഒന്നും പറഞ്ഞതുമില്ല. എങ്കിലും നമ്മുടെ ഒരു സാന്ദർഭിക അധികാരം ഉപയോഗിച്ച് ഇത്രയും നേരം നമ്മളെ കേട്ട ആളുകൾ എന്ന നിലയിൽ അവർക്ക് പറയാനുള്ള ഒരു ചെറിയ സമയം കൊടുക്കുന്ന ഉചിതമായിരിക്കും ഞാൻ വിചാരിക്കും. സുധീർ സാറിനോടാണ്. സാറ് അവസാന കാലത്ത് കൃഷ്ണനാരി സാറിനെ കണ്ട ഒരു കാര്യം പറഞ്ഞിരുന്നു. കൃഷ്ണനാരി സാറും PG ഇന്ന് യഥാർത്ഥത്തിൽ ഡിജിറ്റൽ ടെക്നോളജി കൊണ്ട് ഒരു മെറ്റവേഴ്സിൽ പോയിട്ട് സാൽവഡോർ ഡാലി കുട്ടികൾ സംസാരിക്കുന്ന ഒരു രംഗമുണ്ട്. അതായത് ഡിജിറ്റൽ യൂണിവേഴ്സ് അല്ലെങ്കിൽ ഡിജിറ്റൽ ടിൻ ഉണ്ടാക്കിയിട്ട്, അല്ലെങ്കിൽ ഡിജിറ്റൽ യേശുദാസ് മരിച്ചാലും യേശുദാസ് പാടിക്കൊണ്ടിരിക്കും. പക്ഷേ PGയും കൃഷ്ണനാരി സാറും മരിച്ച ആ പീരീഡ് അൺടൈംലി ഡെത്താണ്. കാരണം അന്ന് ഇത് വന്നിട്ടില്ല. ഇന്ന് ഒരുപക്ഷെ മരിക്കാനിരിക്കുന്ന ആളിൻ്റെ ബ്രെയിൻ വായിക്കുന്ന ഡീകോഡിങ് സോഫ്റ്റ്വെയർസൊക്കെ ഇന്നുണ്ട്. ഈ അടുത്ത കാലത്ത് വായിച്ചു ഒരാളുടെ ബ്രെയിനിൽ അയാൾ എന്താണ് ചിന്തിച്ചെന്ന് ഡീകോഡ് ചെയ്തു. അല്ലെങ്കിൽ നമ്മൾ ബ്രെയിനിൽ ചിന്തിച്ചിട്ട് കമ്പ്യൂട്ടർ ഓൺ ചെയ്യുക, ആ തരത്തിലേക്ക് മാറിയിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ളൊരു കാലത്ത് സാറ് പറഞ്ഞ പ്രതിശീർഷ വായന, ഉപഭോഗം, അല്ലെങ്കിൽ ക്ലൈമറ്റ് ഫിക്ഷൻ, ഇതൊക്കെ ഏത് തരത്തിലായിരിക്കും ഇനി വരുന്ന കാലത്ത് അതിൻ്റെ ട്രജക്ടറി വരിക, അത് സാറിന് പറയാൻ പറ്റും. കാരണം സൈബർ മീഡിയ ഇത്രത്തോളം വളരെ ഡീപ്പായിട്ട് മുന്നേറുമ്പോൾ എങ്ങനെയാണ് സാർ ഫ്യൂച്ചറിലെ ക്ലൈമറ്റ് ഫിക്ഷനെയും മറ്റ് സൈബർ മീഡിയ ഉണ്ടാക്കുന്ന ഫിക്ഷനെയൊക്കെ കാണുന്നത്? സത്യത്തിൽ എനിക്ക് ചോദ്യം വളരെ വ്യക്തമല്ല. ഇന്നത്തെ ഒരു പ്രതിസന്ധി ഞാൻ പറയാം. ഫ്യൂച്ചറിനെ കുറിച്ച് നമുക്ക് ആർക്കും ഒന്നും പറയാൻ പറ്റില്ല. കാരണം പണ്ടൊക്കെ ഫ്യൂച്ചർ കുറച്ച് അകലെയായിരുന്നു. ഇപ്പോൾ ഫ്യൂച്ചർ അടുത്ത നിമിഷമാണ്. അതുണ്ടാക്കുന്ന പ്രതിസന്ധി വളരെ വലുതാണ്. അതിൻ്റെ 2 കാരണങ്ങളാണ്. ഒന്ന്, അത്രമാത്രം ആണ് ശാസ്ത്രീയമായ സാങ്കേതികമായ ഡെവലപ്മെൻറ്റ്സ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ബ്രെയിനിൽ നിന്ന് ഈ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് അതിനെ പറ്റുമോ എന്നുള്ളത് എത്രത്തോളം ശാസ്ത്രീയമായി വന്നിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷെ തീർച്ചയായിട്ടും ഈ റോബോട്ട്സിൻ്റെ ഏതെങ്കിലും തരത്തിൽ ബ്രെയിനിനെ അല്ലെങ്കിൽ കോൺഷ്യസ്നെസ്സിനെ ഉപയോഗിക്കുകയും സംരക്ഷിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അത് റോബോട്ട്സിൻ്റെ തലയിലേക്ക് വെച്ചിട്ട് അതിനെ ഏതെങ്കിലും രീതിയിൽ ലോകം മുന്നോട്ട് കൊണ്ടുപോയേക്കാമെന്ന് പറയുന്ന മനുഷ്യരാശി അനാവശ്യമായി വരുമോ എന്നുള്ളൊരു ചോദ്യം ലോകത്തിൻ്റെ മുന്നിൽ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ വർക്ക് ചെയ്യുന്ന വലിയ ശാസ്ത്രജ്ഞന്മാർ വലിയ രീതിയിൽ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ആ ശാസ്ത്രം വളരെ ചുരുങ്ങിയ കാലം കൊണ്ടാണ് വന്നത്. അതിന് മുന്നേ തന്നെ അതുണ്ടാക്കുന്ന വലിയ പ്രതിസന്ധികളെക്കുറിച്ച് അവർ തന്നെ ആശങ്കാകുലരാണെന്നുള്ളതാണ് അതിനകത്ത് വലിയൊരു പ്രശ്നമായിട്ട് ഞാൻ കാണുന്നത്. അതുകൊണ്ട് ഫ്യൂച്ചറിനെ കുറിച്ച് ഇപ്പോൾ പറയുന്നത് ശരിയാണെന്ന് തോന്നുന്നില്ല. ഈ പുസ്തകങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ രചയിതാവും അതിൻ്റെ ഉൽപ്പാദകനും വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. പക്ഷേ നിർഭാഗ്യവശാൽ ഇന്ന് അതിൻ്റെ അതീശം തന്നെ ഇതിൻ്റെ ഉൽപ്പാദകനായ പ്രസാധകൻ കൈയടക്കിയിരിക്കുന്നു. ഒരു എഴുത്തുകാരൻ എന്തെഴുതണമെന്ന് പോലും, അല്ലെ ആ എഴുത്തുകാരെ തന്നെ വർഗീകരിക്കുന്ന ഒരു തരത്തിൽ കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഉദാഹരണത്തിന് മലയാളത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട എഴുത്തുകാരനാണ് അശോകൻ ചെരുവിൽ. അദ്ദേഹത്തെ കഴിഞ്ഞ തവണ ഒരു ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൻ്റെ നോട്ടീസ് വിശേഷിപ്പിച്ച് കളിയെഴുത്തുകാരൻ എന്നാണ്. കളിയെഴുത്തുകാരൻ എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ സ്പോർട്സ് ലേഖകരെ ഉദ്ദേശിക്കുക. അപ്പോൾ അത്തരത്തിൽ പോലും പ്രസാധകരുടെ ഒരു വല്ലാത്ത അതീശത്വം ഈ മേഖലയിലുണ്ട്. എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? ഞാനല്ല അതിന് ഉത്തരം പറയാൻ യോഗ്യനായ ആൾ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആധുനിക വിപണിയുടെ കൂടി ഒരു പ്രശ്നമാണ്. ആധുനിക വിപണി എന്ന് പറയുന്നത് ഇപ്പോൾ പുസ്തകത്തെ അടിസ്ഥാനപരമായി കണ്ടിരുന്നത് ഒരു കൾച്ചറൽ പ്രോഡക്റ്റായിട്ടാണ്. ഇന്ന് അതിന് മാറ്റം വന്നിട്ടുണ്ട്. കാരണം ലോകത്തിലെ ഏറ്റവും വലിയ കമ്പനികൾ പോലും ഇപ്പോൾ ആമസോൺ തുടങ്ങിയത് എന്താ, അവരാണ് ഇതിനെ പുസ്തകത്തെ വെച്ചിട്ടാണ് അവർ കൊണ്ടുവന്നത്. അതൊരു കൾച്ചറൽ പ്രോഡക്റ്റ് എന്നുള്ള അതിൻ്റെ സവിശേഷത ഉപയോഗിച്ചുകൊണ്ട് ഉപ്പും മുളകും ഒരുപക്ഷെ മറ്റേ രാമതീർത്ഥം വരെ വിൽക്കുന്ന ഒരു പ്ലാറ്റ്ഫോമായിട്ട് ആമസോൺ മാറുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് നേരത്തെ എല്ലാവർക്കും എഴുത്തുകാരനും ഇന്ത്യൻ പ്രധാനമന്ത്രിക്കും എഴുത്തുകാരനാവുന്നതാണ് എല്ലാറ്റിനും മേലെ എന്ന് പറയുന്ന ഒരു സവിശേഷതയുണ്ട്. അതുകൊണ്ടാണ് എല്ലാ തരത്തിലും ഇതിനെ ഉപയോഗിക്കുന്നത്. ഇത് വിൽക്കുക എന്ന് പറയുന്നത് പിന്നെ മൂലധനത്തിൻ്റെ പ്രശ്നമാണ്. വിപണി ഉള്ളിടത്ത് നമ്മൾ ഈ പറയുന്ന നിയന്ത്രണങ്ങളൊന്നും സാധിക്കില്ല.
പണമുള്ള മനുഷ്യരെല്ലാം അതിനെ അതിൻ്റെതായ രീതിയിൽ കൊണ്ടുപോകും. ഇപ്പം പ്രസാധകൻ്റെ കാര്യം പറഞ്ഞ എഴുത്തുകാരനാണെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ആൾക്ക് എങ്ങനെയാണ് എഡിറ്റ് ചെയ്യാതെ പ്രൂഫ് നോക്കാതെ ആരെങ്കിലും ഒരാൾ ഇത് പ്രിൻ്റ് ചെയ്ത് തന്നാൽ ഞാൻ എഴുത്തുകാരനായി എന്ന് തോന്നുന്നുണ്ട്? ഒരാളെ എനിക്കറിയാം, അയാളെ എന്നെ കാണുമ്പോൾ അയാൾ ബാംഗ്ലൂരിലൊരു കമ്പനിയിൽ പുസ്തകം സെൽഫ് പബ്ലിഷ് ചെയ്ത് അയാൾ ഡൈവോഴ്സിൻ്റെ വക്കിലെത്തുമ്പോഴാണ് എന്നെ കാണുന്നത്. ഒരു ചെറുപ്പക്കാരനാണ്, ടെക്നോളജിൻ്റെ എക്സ്പേർട്ടാണ്. അയാൾ വന്നിട്ട് കാണുന്ന വെച്ചാൽ അയാൾക്കത് എങ്ങനെയെങ്കിലും വിൽക്കാൻ പറ്റുന്നില്ല. അയാളുടെ ഭാര്യ 10,000 കോപ്പിയാണ് അയാൾ അടുപ്പിച്ചത്. അയാൾക്ക് അറിഞ്ഞുകൂടാ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എഴുതുകാരൻ്റെ പുസ്തകം 10,000 പോയിട്ട് 5,000 വിൽക്കില്ല എന്ന്. ആ മണ്ടൻ ധരിച്ച് വെച്ചിരിക്കുന്ന അയാളുടെ പുസ്തകം. അയാളോട് ഞാൻ ചോദിച്ചു, എത്ര കോപ്പി ഞാൻ എല്ലാവരും ചോദിക്കും, നിങ്ങൾക്ക് എത്ര കോപ്പി ഫ്രീ കൊടുക്കാൻ പറ്റും? 50 കോപ്പി. അതിൽ കൂടുതൽ 51ാമത്തെ ആൾ പറയും, ഇത് എനിക്ക് കിട്ടി, വേണ്ട എന്ന് പറയും. ഇല്ലേ? പറയും. അപ്പോഴാണ് ഇയാൾ 10,000 കോപ്പി. ഭാര്യ പറഞ്ഞിരിക്കുന്നത് ഫ്ലാറ്റിൽ ഒരു മുറി മുഴുവൻ ഈ ബുക്കാണ്, ഇത് മാറ്റി വെച്ചിട്ടില്ലേ ഞാൻ നിന്നെ ഒഴിവാക്കും എന്ന് പറയുന്നത്. ഇത്രമാത്രം വിവേകപൂർണമല്ലാത്ത തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു സമൂഹം, അത് അറ്റൻഷൻ ഡിസോർഡറോ അല്ലെങ്കിൽ ഭ്രമാത്മകതയോ ഒക്കെ വന്നിട്ടുള്ളൊരു സമൂഹത്തിൽ ഈ വിപണി അതിനെ കൈയടക്കുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പെൻഗിൻ റാൻഡം ഹൗസ് പറയുന്ന ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്പനിയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ ഇംഗ്ലീഷ് ഫിക്ഷൻ ഒന്ന് എമർജ് ചെയ്ത് വന്നപ്പോഴേക്ക് അവർക്ക് എഡിറ്റേഴ്സിന് സത്യം പറഞ്ഞാൽ വാഷ്റൂമിൽ പോകാൻ സമയമില്ലാത്ത സ്ഥിതിയായി. കാരണം എന്താ വെച്ചാൽ അത്രമാത്രം മാനുസ്ക്രിപ്റ്റ്സ് വരികയാണ്. ഇത് വായിക്കാൻ പറ്റണില്ല, പ്രധാനപ്പെട്ട എഴുത്തുകാരെ പോലും വായിച്ച് തീർക്കാൻ പറ്റില്ല. അപ്പോൾ അവർ ചെയ്തൊരു പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇൻഡിപെൻഡൻറ്റ് കമ്പനി തുടങ്ങി. അതെന്ന് പറയുന്നത് പ്രൂഫില്ല, എഡിറ്റിംഗ് ഇല്ല, നിങ്ങൾക്ക് നിങ്ങൾ പറയുന്ന പണത്തിന് നിങ്ങൾ പറയുന്ന ചന്തത്തിൽ പുസ്തകം അടിച്ചു തരും. അപ്പോൾ പ്രശ്നം വിപണിയുടെ മാത്രമല്ല, മനുഷ്യൻ്റെ അത്യാഗ്രഹം. ആരാണ് എഴുത്തുകാരൻ എന്ന് പറയുന്ന ചോദ്യത്തിന് ഇന്നിപ്പോൾ ഉത്തരവില്ല. ആർക്കും എഴുത്തുകാരനാണ് എന്ന് പറയും. എഴുത്തുകാരനാവുക എന്ന് പറയുന്നത് അന്തസ്സാണെന്ന് വന്നതോടുകൂടി ഏറ്റവും വലിയ കാർഡിയോളജിസ്റ്റിന് അയാൾ എഴുതിയ ഫേസ്ബുക്ക് പോസ്റ്റ് പുസ്തകമാക്കണം. അപ്പോൾ യഥാർത്ഥ എഴുത്തുകാരൻ ആരെന്നുള്ള ചോദ്യം ലോകത്തിൻ്റെ മുന്നിൽ ഉയർന്നു വരികയാണ്. അപ്പോൾ ഈ സാഹിത്യോത്സവങ്ങളിലും അത്തരക്കാരെ അക്കമഡേറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് പ്രശ്നമുണ്ട്. പിന്നെ എന്താണ് ആരാണെന്ന് അറിയാതെ എന്തെങ്കിലും എഴുതി വെക്കുക എന്ന് പറയുന്നത് ഇപ്പോൾ പത്രങ്ങൾ പോലും അങ്ങനെയാണ്. അപ്പോൾ അതിലൊന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതൊരു കാലത്തിൻ്റെ പ്രഹേളികയാണ്. തിരുത്തപ്പെടുമായിരിക്കും എന്നുള്ളത് മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ. എപ്പോൾ എന്തെന്നുള്ളത് അറിയില്ല. നമ്മളിപ്പോൾ ഒരു കാര്യം കൂടി ഇവിടെ പറയാതെ പോയാൽ മോശമാണെന്ന് ഞാൻ കരുതുന്നു. പഴയ ഇന്ത്യയിലെ ഒരു പ്രാചീനമായ ഒരു സാഹിത്യകൃതിയുടെ പേരിലാണ് ഇന്ത്യ ഇന്ന് ഏറ്റവും വലിയ പ്രതിസന്ധി അനുഭവിക്കുന്നത്. രാമനും ഏറ്റവും വലിയ പ്രതിസന്ധിയായിട്ട് വന്ന ഒരു സമൂഹത്തിൻ്റെ മുന്നിൽ ഇരുന്നാണ് നമ്മൾ പുസ്തകങ്ങളുടെ ലോകത്തെക്കുറിച്ച് ഈ 1 മണിക്കൂർ പറഞ്ഞത് എന്നുള്ളത് എനിക്ക് അവസാനിപ്പിക്കാൻ എന്തായാലും സ്വരാജിനും. എന്തായാലും ഇതൊരു നല്ല സെഷനാണ്. പിന്നെ നമ്മുടെ മലയാള ഭാഷയിലെ ഏറ്റവും വലിയ 4 വായനക്കാരെ കഴിഞ്ഞാൽ യുവാക്കളിൽ ഏറ്റവും കൂടുതൽ വായിക്കുന്ന ആളും ഏറ്റവും കൂടുതൽ ബുക്കിൻ്റെ ഉടമസ്ഥനുമാണ് സഖാവ് സ്വരാജ് എന്നാണ് എൻ്റെ അറിവ്, എൻ്റെ അനുഭവം. അദ്ദേഹമാണ് ഞാൻ എഴുതിയൊരു ബുക്കിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞത്. മർത്യഗാഥ എന്നുള്ളത് മലയാളികളെല്ലാം വായിക്കേണ്ട ഒരു ബുക്കാണെന്ന് അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് കിട്ടിയ അഭിനന്ദനം സത്യം പറഞ്ഞാൽ ഒരു വലിയ അവാർഡിനേക്കാൾ വലിപ്പമുള്ള, കാരണം അത്രയേറെ വായിക്കുന്ന ആളാണ് അദ്ദേഹം. അതുകൊണ്ടാണ് കേരളത്തിൽ ഇന്ന് ചെറുപ്പക്കാരിൽ 50 വയസ്സിന് താഴെയുള്ള ആളുകളിൽ ഏറ്റവും കൂടുതൽ വായിക്കുന്ന വ്യക്തി ശ്രീമാൻ സ്വരാജാണ്. അപ്പോൾ ആ ബുക്കിനെ കുറിച്ച് ഒരു 2 പേരെയും കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നതിൻ്റെ കൂടെ ഇവർ പറഞ്ഞു എന്തുകൊണ്ടാണ് നമ്മുടെ സമൂഹം, ലോക സമൂഹമൊക്കെ ഫാസിസത്തിലേക്കും മനുഷ്യത്വരാഹിത്യത്തിലേക്കൊക്കെ പോകുന്നത് എന്നുള്ളതിന് വലിയ കാരണമുണ്ട്. നമ്മൾ ആ കാരണത്തിലേക്ക് പോകുന്നില്ല. ലോകത്തിൽ ഇന്നും 202 രാജ്യങ്ങൾ UN രജിസ്റ്റർ ചെയ്തതിൽ അമേരിക്ക എന്ന ഒറ്റ രാജ്യത്തിന് ലോക GDPയുടെ 30% സ്വന്തമായിട്ട് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആ രാജ്യത്തിൻ്റെ വലിപ്പം എവിടെയാണ്? ആ രാജ്യം ഉൽപ്പാദിപ്പിക്കുന്ന അറിവുകൾ, ആ രാജ്യം ഉൽപ്പാദിപ്പിക്കുന്ന യൂണിവേഴ്സിറ്റികൾ, ആ യൂണിവേഴ്സിറ്റികളിൽ കൂടെ വരുന്ന ചെറുപ്പക്കാർ അവരുടെയൊക്കെ തലച്ചോറുകളെ ഏത് രീതിയിൽ അവരുടെ യൂണിവേഴ്സിറ്റികൾ, പ്രധാനപ്പെട്ട ഐവി ലീഗ് എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും പ്രസിദ്ധമായ 25 യൂണിവേഴ്സിറ്റികളുടെ കരിക്കുലം ഈ രീതിയിൽ മനുഷ്യനെ കണ്ടീഷൻ ചെയ്യാനും ഭൂരിപക്ഷത്തിനെതിരെ ഒരു രീതിയിലുള്ള പ്രത്യേക മനുഷ്യവർഗമായിട്ട് മാറ്റാനും വേണ്ടിയുള്ളതാണ്. ഒരു വാക്കും കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുക. എൻ്റെ പുസ്തകത്തിലൊരു മെയിൻ പോയിൻ്റാണ് ഹയറാർക്കിക്കൽ എലിമിനേഷൻ. എന്താണ് ഹയറാർക്കിക്കൽ എലിമിനേഷൻ? കേരളത്തിൽ ഒരാളും ചർച്ച ചെയ്യാത്തൊരു ഭാഗമാണത്. നമ്മുടെ സമൂഹത്തിൽ, ലോക സമൂഹത്തിൽ 10% വേണ്ടി ബാക്കിയുള്ള 90%-ലെ ഏറ്റവും വരുമാനവും ഏറ്റവും
വികസനവും താഴെയുള്ള ഒരു വിഭാഗത്തിന് ആദ്യം എലിമിനേറ്റ് ചെയ്യണം. എങ്ങനെയാണ് അവർ എലിമിനേറ്റ് ചെയ്യുന്നത്? നേരിട്ട് ഹിറ്റ്ലറോ മുസോളിനിയോ കൊന്ന പോലെയാണോ? അല്ല. ക്യാപിറ്റലിസം അത് എലിമിനേറ്റ് ചെയ്യുന്നത് പാവപ്പെട്ട ജനങ്ങൾക്ക് കിട്ടേണ്ട എല്ലാവിധ സൗകര്യങ്ങളും അവരറിയാതെ അവരിൽ നിന്ന് പിടിച്ചെടുത്തുകൊണ്ടാണ്. എന്താണ് നടക്കുന്നത്? ഇപ്പം ഇന്ത്യയിൽ നടക്കുന്നത് എന്താ? നിങ്ങളെല്ലാവരും ദിവസം മലയാള മനോരമയും മാതൃഭൂമിയും ഒക്കെ വായിക്കുന്നവരാണ്. പക്ഷെ നമ്മളറിയാതെ നമ്മുടെ സമൂഹത്തിലെ 90%-ത്തിൻ്റെയും വരുമാനത്തിലെ വലിയൊരു പങ്ക് നമ്മളറിയാതെ അവരിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് കിട്ടേണ്ട എല്ലാവിധ സബ്സിഡികളും അതേപോലെ തന്നെ റിസർവേഷനുകളും പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഇല്ലാതാക്കുന്നതിൻ്റെ കുഴപ്പമാർക്കാണ്. വാട്ടർ സിസ്റ്റം, അതായത് പബ്ലിക് യൂട്ടിലിറ്റിയിൽ വരേണ്ട വാട്ടർ സിസ്റ്റം ഇല്ലാതാക്കുന്നതിൻ്റെ കുഴപ്പം ആരെയാണ് ബാധിക്കുക? നമുക്ക് ഫ്രീ ആയി കിട്ടേണ്ട തെരുവ് വിളക്കുകൾ വേണ്ട എന്ന് വെക്കുന്നതിൻ്റെ ഇതാരെയാണ് ബാധിക്കുക? പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ട റിസർവേഷൻ ഇനി മുതൽ കൊടുക്കണ്ട എന്ന് പറയുന്ന ആരെയാണ് ബാധിക്കുക? നെല്ലിനും അരിക്കും അതേപോലെ ഭക്ഷ്യോപസാധനങ്ങൾക്ക് വേണ്ട സബ്സിഡികൾ വേണ്ട എന്ന് വയ്ക്കുമ്പോൾ ആരെയാണ് ബാധിക്കുക? അപ്പോൾ ഇത് നമ്മളാരും അറിയാതെ നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും വലിയൊരു വിഭാഗത്തെ നമ്മളറിയാതെ സമൂഹത്തിൽ നിന്ന് എലിമിനേറ്റ് ചെയ്യണം. അങ്ങനെ അബ്രഹാം മാസ്ലോ പറഞ്ഞ പ്രിൻസിപ്പിളിൽ ആദ്യം ഏറ്റവും അടിയിലുള്ള സ്ട്രാറ്റയെ കളയും, അത് കഴിയുമ്പോൾ തൊട്ട് മേലെയുള്ള സ്ട്രാറ്റയെ കളയും. അങ്ങനെ അവർക്ക് വേണ്ട ഒരു ചെറിയ ശതമാനത്തെ മാത്രം നിലനിർത്തിക്കൊണ്ട് ലോകത്തെ എല്ലാ ബാക്കിയുള്ളവരെയും കളയുന്ന പണിയാണ് ഇപ്പോൾ ക്യാപിറ്റലിസം ലോകവ്യാപകമായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് വലിയൊരു പങ്കാണ് കേരളത്തിലെ തന്നെ പ്രധാനപ്പെട്ട മാതൃഭൂമി മലയാളം പോലെയുള്ള മീഡിയകളും വഹിക്കുന്നത്. പുസ്തകവും എഴുത്തും വല്ലപ്പോഴും ഒക്കെ സംസ്കാരം നിർമ്മിക്കുന്നില്ല എന്ന് നമ്മളെ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കും.